നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യം. ശരി, ഇന്ന് കൊല്ലവർഷം 120-ാം ആണ്ടാണ്. കർക്കിടകം 3 ഭരണി നക്ഷത്രം. 2025 ജൂലൈ 19 ശനിയാണിന്ന്. രാഹുകാലം 9:30 മുതൽ 10:30 വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ് ഇപ്പോൾ നടക്കുന്നത്. കലിയുഗം തുടങ്ങിയിട്ട് ഇപ്പോൾ 5126 വർഷമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം എണ്ണിപ്പോരുന്നത്. അങ്ങനെ വരുമ്പോൾ കലിദിന സംഖ്യ വരുന്നത് 18,72,410 ദിവസമാണ് ഇന്ന് കർക്കിടക മാസം 3-ാം തീയതിയാണ്. മലയാള മാസക്കണക്കനുസരിച്ച് 1200-ാം ആണ്ട് കർക്കിടകം 3 ശകവർഷ കണക്കനുസരിച്ച് 1947 ആഷാഢമാസം 28-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ 19-ാം തീയതിയാണ്. ഇന്ന് നവമി തിഥിയാണ്. കൃഷ്ണപക്ഷത്തിലെ നവമി തിഥിയാണ്. കരണം ആനകരണം, നിത്യയോഗം ശൂലനാമ നിത്യയോഗം. നാൾ നക്ഷത്രം ഭരണിയാണ്. ഞാറ്റുവേല പുണർദം ഞാറ്റുവേലയാണ്. ഇന്ന് ദിവസം ശനിയാണ്. ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:32:32 അസ്തമയം വരുന്നത് വൈകിട്ട് 6:44:55 ഈ ഉദയാസ്തമയങ്ങൾ പറയുന്നത് മധ്യകേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ് പറയുന്നത്. ഉത്തര ദക്ഷിണ ദിക്കുകളിലേക്ക് നീങ്ങുന്തോറും ഈ ഉദയാസ്തമയങ്ങളിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം സംഭവിക്കാവുന്നതാണ്. ഇന്ന് ദിനമാനം, അതായത് പകലിൻ്റെ ദൈർഘ്യം 12 മണിക്കൂർ 29 മിനിറ്റ് 23 ദിനമാനം സംഭവിക്കുന്നത്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 9:22 മുതൽക്ക് 10:56 വരെയുള്ള സമയത്താണ്. ഗുളികോദയം ഉണ്ടാകുന്നത് രാവിലെ 6:15 മുതൽക്ക് 7:49 വരെയുള്ള സമയമാണ്. യമകണ്ഠക കാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 2:03 തുടങ്ങി 3:37 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടുള്ള സമയമാണ്. ആ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, യാത്ര പോകുക മുതലായിട്ടുള്ള ശുഭകാര്യങ്ങൾക്ക് നിഷിദ്ധമായിട്ടുള്ളതാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കന്നി കൂറുകാർക്കാണ്. കന്നി കൂറ് എന്ന് പറഞ്ഞാൽ ഉത്രം, അത്തം, ചിത്തിര ഈ നാളുകാർക്കാണ് ചന്ദ്രാഷ്ടമം വരുന്നത്. 8ാമത്തെ ദിക്കിൽ ഈ നാളുകാർക്ക് 8ാം ഭാവത്തിൽ ചന്ദ്രന് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ചന്ദ്രാഷ്ടമം എന്ന് പറയുന്നത്. ഈ ചന്ദ്രാഷ്ടമം വരുന്ന നാളുകാർ അതാത് ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾക്ക് പോവുക, പുതിയ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് തുടക്കമിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർജിക്കുന്നത് നന്നായിരിക്കും. നാള് അഥവാ നക്ഷത്രം സംഭവിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് പൊതുവെ നല്ലതല്ല. ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഭരണി നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ സാഹസ കൃത്യങ്ങൾക്ക് അഥവാ യുദ്ധം, ശത്രുസംഹാരം, അതുപോലെ വിഷസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കൂപം, അതായത് കിണർ കുഴിക്കുക അല്ലെങ്കിൽ കുളം കുഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, കൃഷി കാര്യങ്ങൾ, അതുപോലെ അഗ്നികാര്യത്തിനും ഈ ഭരണി നക്ഷത്രം അനുകൂലമാണ്. ഇതര കാര്യങ്ങൾ, ശുഭയാത്രകൾക്ക് അഥവാ ശുഭകാര്യങ്ങൾക്ക് ഒന്നും ഭരണി നക്ഷത്രം അനുകൂലമല്ല. ഇന്ന് കർക്കിടക മാസം 3-ാം തീയതിയാണ്. അതായത് രാമായണ മാസത്തിലെ 3ാമത്തെ ദിവസമാണ്. ഈ കർക്കിടക മാസം മുഴുവൻ തന്നെ നമുക്ക് പുതിയ സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ നൂതന കാര്യങ്ങൾക്ക്, വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ വർജ്യമാണ്. എന്നാൽ ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ശ്രീരാമചന്ദ്രനെ ഭജിക്കുക എന്നുള്ളതാണ്. ശ്രീരാമചന്ദ്രനെ ഭജിക്കുക, രാമരാജ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും.
എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം. ഇന്ന് സമഗ്രമായൊരു വാർത്താ ദിനമാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യം. മിഥുന് വിട നൽകാൻ നാട്. തേവലക്കര സ്കൂളിൽ പൊതുദർശനം രാവിലെ 10 മുതൽ. വിദേശത്ത് നിന്ന് അമ്മ ഇന്നെത്തും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാസർഗോഡും കണ്ണൂരും വയനാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സർവകലാശാലകളിലെ പ്രതിസന്ധിയിൽ മുട്ടുമടക്കി സർക്കാർ. രാജ്ഭവനുമായി അനുനയ നീക്കം. മുഖ്യമന്ത്രി വഴി പ്രശ്നമൊതുക്കാൻ ശ്രമം. സിൻഡിക്കേറ്റ് യോഗം ഉടൻ. സുരേഷ് ഗോപിയുടെ യാത്രയിലെ സുരക്ഷാ വീഴ്ചയിൽ DGPക്ക് പരാതി. പോലീസ് വീഴ്ച പതിവെന്ന് ആക്ഷേപം. കേന്ദ്രമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് 2 വട്ടം വഴിതെറ്റി. തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിഷേധം ഇരമ്പുന്നു. അഴിമതിക്കും അനധികൃത നിയമനത്തിനുമെതിരെ BJPയുടെ ഏകദിന സത്യാഗ്രഹം ഇന്ന്. ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മേയർ രാജിവെക്കും വരെ സമരമെന്ന് പ്രഖ്യാപനം. പൊതുപണിമുടക്കിനിടെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ മർദ്ദിച്ചതിൽ നടപടി കടുപ്പിച്ച് പോലീസ്. ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ കയറിയുള്ള ആക്രമണത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. നടപടി ഇടത് അനുഭാവികൾക്കെതിരെ ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തിയെന്ന ജനം വാർത്തയ്ക്ക് പിന്നാലെ. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ധാരണ വൈകുന്നു. അമേരിക്ക മുന്നോട്ട് വച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാതെ ഹമാസ്. ഇസ്രയേലും സിറിയയും ധാരണയിലേക്ക്. സൈനിക സാന്നിധ്യം പരിമിതപ്പെടുത്തുമെന്ന് സിറിയ. കൊച്ചി MDMA കേസിൽ അന്വേഷണം ഊർജിതം. റിൻസി മുത്താംസിന് ഡാർക്ക് നെറ്റ് ലഹരി സംഘങ്ങളുമായി ബന്ധമെന്ന് സംശയം. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വിദേശത്തായിരുന്ന മിഥുന്റെ അമ്മ സുജ ഇന്ന് നാട്ടിലേക്ക് എത്തുന്നുണ്ട്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെ 10 മണിയോടെ സ്കൂളിലെത്തിക്കും. 12 മണിവരെ പൊതുദർശനം ഉണ്ടാകും. വൈകിട്ട് വിളന്തറയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. അതേസമയം സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിരുന്നു. വിവരങ്ങളുമായി സ്കൂളിന് മുന്നിൽ നിന്ന് M. മനോജ്, താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രജിത്ത് മോഹനൻ, ഒപ്പം വീടിന് മുന്നിൽ നിന്ന് സുധീഷ് ഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം മനോജിലേക്ക് എത്തുമ്പോൾ, മനോജ്, കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നമ്മൾ കണ്ടതാണ്. രാത്രി നമ്മൾ വാർത്തക്കിടയിലും ലൈവുകൾക്കിടയിലും നമ്മൾ കണ്ടത് മിഥുൻ്റെ വലിയ ഫ്ലെക്സ് വയ്ക്കുക, അല്ലെങ്കിൽ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിൽ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് കരുതാം, അല്ലേ? ഇന്ന് 10 മണിക്ക് ശേഷമാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ നിന്നും മിഥുൻ്റെ മൃതദേഹം ഈ സ്കൂളിലേക്ക് കൊണ്ടുവരിക. ഇവിടെ ഉച്ചവരെ പൊതുദർശനമുണ്ടാകും. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അധ്യാപകർക്കും മറ്റ് ഈ വാർത്തയെ അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയ നിരവധി പേരുണ്ട്. അവർക്കൊക്കെ മിഥുൻ്റെ ഒരു ശരീരമൊന്ന് കാണുവാൻ വേണ്ടി, ആ മൃതദേഹം കാണുവാൻ വേണ്ടിയാണ് ഇവിടെ ഈ പൊതുദർശനത്തിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും രാവിലെ തന്നെ മിഥുൻ്റെ അമ്മ സുജ വിദേശത്ത് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നും മൂവാറ്റുപുഴ വഴി കോട്ടയം വഴിയാണ് കൊല്ലത്തേക്ക് എത്തുക. അതിനൊക്കെ ശേഷം, അതായത് ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം ഈ വിളത്തറയിലെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ശേഷമായി കൊണ്ടുപോവുക. വൈകുന്നേരം 5 മണിക്കാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. കാരണം ഇവിടെ മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി വേണം ഈ പൊതുദർശനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ. എന്തായാലും ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ PTA-യുടെയും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനകളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അനാസ്ഥയുണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധനയ്ക്കെത്തിയ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. എല്ലാ ഭാഗത്തും
അനാസ്ഥയുണ്ടായിട്ടുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിലൊരു വീഴ്ചയുടെ ഭാഗമായി ഒരു ജീവൻ പൊലിയുന്ന 13 വയസ്സുകാരൻ്റെ ജീവൻ പൊലിയുന്ന സംഭവമുണ്ടായ സ്കൂളാണ് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ. മാനേജ്മെൻറ്റ് ആദ്യം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്കറിയാം. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആ കുട്ടി മുകളിലേക്ക് കയറിയത് ആരും പിടിച്ചു കയറ്റിയല്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ എത്തി പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് വലിയ പ്രതിഷേധം അലയടിച്ചത്. കാരണം ഒരു കുരുന്നു ജീവൻ ഒരു സ്കൂളിലേക്ക് എത്തിയപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ ഇത്തരത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഉള്ള ഭാഗത്ത്, അതായത് ഒരു ഷെഡിന് മുകളിലൂടെ ചേർന്ന് കിടക്കുന്ന വൈദ്യുതി ലൈനിൽ ആ കുട്ടി അറിയാതെ പിടിക്കുന്നു, ആ കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നു. അങ്ങനെ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ കണ്ണീരിലാണ് ഈ നാട് മുഴുവൻ. അതായത് തേവലക്കരയും അതോടൊപ്പം തന്നെ ഈ സമീപത്താണ് ഈ മിഥുൻ്റെ വീട്. അവിടെയുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്തരത്തിൽ ഓരോരുത്തരും സങ്കടത്തോടു കൂടി പറയുന്നത് തങ്ങളുടെ മക്കളും ഇവിടെയാണ് പഠിക്കുന്നത്, കൂടെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ഒരു കുട്ടിയാണ് മിഥുൻ. വലിയ പ്രതീക്ഷയോടുകൂടി വീട്ടുകാരൊക്കെയും ഈ മിഥുനിൽ അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആ വീട്ടിലേക്കൊക്കെ പോയപ്പോൾ അവരൊക്കെ, ആ പ്രദേശത്തുള്ളവരൊക്കെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അങ്ങനെ പ്രതീക്ഷയോടുകൂടി കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടതാണ്. ഓരോ ദിവസവും വരുമ്പോഴും, അതായത് ഒരു മാസം മുമ്പാണ് ഈ മിഥുൻ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് ഹൈസ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട്. തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ നിന്നും കുട്ടിയെ കൊണ്ടുപോയത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി പിന്നീട് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. 10 മണിയോടുകൂടിയാണ് അവിടെ നിന്നും മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഏതായാലും അമ്മയ്ക്ക് ആദ്യ ഘട്ടത്തിൽ ഈ വിവരം അറിയാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അമ്മ വിദേശത്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. അവിടെ നിന്നും തുർക്കിയിലേക്കുള്ള യാത്രയിലായിരുന്നു. പിന്നീടാണ് അമ്മയെ അറിയിക്കാൻ സാധിച്ചത്. അതിനുശേഷം അമ്മയ്ക്ക് ഇന്നാണ് എത്താൻ സാധിച്ചത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 8 മണിക്ക് ശേഷം മാത്രമേ ഈ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ, ഒരുക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഒരു സ്കൂളിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചു എന്നുള്ളതാണ്. ഈ സ്കൂളിനുള്ളിൽ ഒക്കെ BJPയുടെയും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സംഘടനകളുടെ പ്രവർത്തകർ ഇരച്ചു കയറുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കാരണം അത്രയധികം ദാരുണമായിട്ടുള്ള സംഭവമാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനാസ്ഥയും അതോടൊപ്പം KSEBിയുടെ ഭാഗത്തും എല്ലാ ഭാഗത്തും അനാസ്ഥയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു അനാസ്ഥയുടെ ഒരു ഫലമാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ തന്നെ ജീവൻ പൊലിയാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം. എന്തായാലും ഈ കെട്ടിടം നമുക്ക് കാണാം. ഈ കെട്ടിടത്തിന് പുറകുവശത്താണ് മിഥുൻ്റെ ക്ലാസ് ഉള്ളത്, 8ാം ക്ലാസ്. അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചിരുന്നു. ആ ക്ലാസ് മുറിക്ക് ഉള്ളിൽ നിന്നാണ് മിഥുൻ തൻ്റെ സഹപാഠിയുടെ ചെരുപ്പെടുക്കുവാൻ വേണ്ടി ആ ക്ലാസ് മുറിക്കുള്ളിൽ നിന്നും കയറിയാണ് ആ മേൽക്കൂരയിലേക്ക് ആ ഷീറ്റിലേക്ക് കയറുന്നത്. അത്തരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുട്ടിക്ക് അപകടം പറ്റുന്നത്. ഒരു സുരക്ഷയും ഈ കുട്ടിക്ക് നൽകുവാൻ ഇവിടെയുള്ള അധികൃതർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായും ഓരോ കുട്ടിയും സ്കൂളിലേക്ക് എത്തുമ്പോൾ ആ കുട്ടികളുടെ ഉത്തരവാദിത്തം ഇവിടെയുള്ള അധ്യാപകർക്കും അതോടൊപ്പം തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട അധികൃതർക്കുമാണ്. എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. സുജ എസ് എന്നുള്ള ഇവിടെ ഈ സ്കൂളിൻ്റെ തന്നെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു. മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ്. മാനേജ്മെൻറ്റിന് വിശദീകരണം തേടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്, CPM മാനേജ്മെൻറ്റാണ്, ലോക്കൽ സെക്രട്ടറിയാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സ്വാധീനം, ഈ രാഷ്ട്രീയ സ്വാധീനം ഇതിൽ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടിയത്, അതായത് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളതാണ്. മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. എല്ലാ തരത്തിലുള്ള സുരക്ഷയുമുണ്ട്. മറ്റ് നിർമ്മിതികളിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയും അല്ലെങ്കിൽ
അങ്ങനെ ഒരു പ്രശ്നവുമില്ല, സ്കൂൾ ഫിറ്റാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ സ്കൂളിന് നൽകി. അതും രാഷ്ട്രീയ സ്വാധീനമായിരുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്കൂളിൻ്റെ തലപ്പത്തുള്ളവർ ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമനങ്ങൾ പോലും അങ്ങനെയാണ് എന്നുള്ളതാണ് ആരോപണം. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടികളുടെ സുരക്ഷ, ഈ സ്കൂളിലെത്തുന്ന കുട്ടികളുടെ സുരക്ഷയ്ക്കൊരു പ്രാധാന്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ക്ലാസ് റൂമുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതൊരു പഴയ കെട്ടിടമാണ്. ഈ മിഥുൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വരിയിൽ തന്നെയുള്ള, അതായത് നമുക്ക് എണീറ്റ് നിന്നാൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഒരു പഴയ രീതിയിലുള്ള കെട്ടിടം. അതോടൊപ്പം തന്നെ പലകകൾ വച്ചിട്ടാണ് ഈ അപ്പുറത്തേക്കുള്ള ഷീറ്റിന് അടുത്തേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി പലകകളാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ പലയിടത്തും പലകകളില്ല എന്നുള്ളതാണ്. ഈ കുട്ടി ആ ഗ്യാപ്പ് വഴിയാണ് ഈ ഷീറ്റിന് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ദാരുണമായിട്ടുള്ളൊരു സംഭവമുണ്ടായി. അതിനുശേഷം മന്ത്രിമാരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ഈ സ്കൂളിലേക്ക് എത്തി കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അന്വേഷണം തുടരുകയാണ്. ശാസ്താംകോട്ട DYSPക്ക് ചുമതലയുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിന് ഫിറ്റ്നസ് നൽകിയവർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കേണ്ടതാണ്. കാരണം ഈ സ്കൂളിന് ഇത്തരത്തിലുള്ള അപകട ഭീഷണി ഉണ്ടായിരുന്നിട്ട് പോലും ഫിറ്റ്നസ് നൽകി. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ മാനേജ്മെൻറ്റ് ഇത് നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ല. KSEB അത് അറിഞ്ഞിട്ടും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ്. അതായത് പരസ്പരം പഴിചാരുന്ന സമീപനം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് KSEB പറയുന്നുണ്ടായിരുന്നു, KSEB മാനേജ്മെൻറ്റിനെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം നിലനിന്ന സമയത്താണ് പിന്നീട് നാട്ടുകാർ തന്നെ പറയുന്നത് എല്ലാവരുടെ ഭാഗത്തും ഇതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, എല്ലാവരുടെ ഭാഗത്തും അനാസ്ഥയുണ്ട് എന്നുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ മിഥുൻ്റെ സഹപാഠികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്നും മൊഴി എടുക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പോലീസ് പ്രജിത്ത് മോഹനൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, മിഥുന്റെ അമ്മ അല്പസമയത്തിനുള്ളിൽ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ മിഥുനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയിക്കാൻ സാധിക്കുന്നുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് പ്രജിത്ത്? രാവിലെ 8:50 നെടുമ്പാശ്ശേരി വിമാനത്തിലെത്തും മിഥുൻ്റെ അമ്മ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പോലീസ് എസ്കോർട്ടോടുകൂടി ഒരു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നുള്ളത് പറയുന്നു. അങ്ങനെയെങ്കിൽ ഉച്ചയോടെ തന്നെ മിഥുൻ്റെ അമ്മ സുജ ഇവിടെ വീട്ടിലെത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് അകമ്പടിയിലാണ് യാത്ര. ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹമുള്ള ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് മിഥുൻ്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് സ്കൂളിൽ, മിഥുൻ പഠിച്ച തേവലക്കര ബോയ്സ് സ്കൂളിൽ ഈ പൊതുദർശനം ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കും. 12 മണിവരെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച്, അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് അവിടെ പൊതുദർശന ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം വീട്ടിലെ കൊണ്ടുപോകും. പിന്നീട് വീട്ടുവിളപ്പിൽ 5 മണിയോടെ ഈ പറയുന്ന രീതിയിൽ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. എന്തായാലും ഈ വിദ്യാർത്ഥിനിയുടെ ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനരോക്ഷം തണുപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് മാത്രം നടപടികൾ ഒതുക്കാൻ ശ്രമിക്കരുത് എന്ന രീതിയിലുള്ളൊരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഏതായാലും ഇന്നലെയാണ് സ്കൂൾ പ്രധാനാധ്യാപികയെ മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തത്. ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചിട്ടുള്ള DAയുടെ ചുമതല വഹിച്ചിരുന്ന AEO ആന്റണി പീറ്ററിൽ നിന്നുള്ള വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ AEയുടെ റിപ്പോർട്ട് ഇന്ന് എന്തായാലും എത്തും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള തുളസീധരൻ പിള്ളയ്ക്ക്, അവിടുത്തെ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ KA ലാലാണ് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനകം ഈ സംഭവത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. ഇല്ലെങ്കിൽ ഈ മാനേജർ പദവിക്ക് നൽകിയിട്ടുള്ള അംഗീകാരം റദ്ദാക്കുമെന്ന് ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രഥമാധ്യാപിക S.ക്ക് പകരം G. മോളിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം, അതായത് വ്യാഴാഴ്ച രാവിലെ മുതൽ കേരളത്തെ മുഴുവൻ അമ്പരപ്പിച്ച അല്ലെങ്കിൽ നോവിപ്പിച്ച
മിഥുൻ്റെ മരണത്തിന് ശേഷം ഇന്ന് മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോഴും വലിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പ്രതിഷേധങ്ങൾക്ക് ഇന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പറയുന്ന തേവലക്കരയും ഇതിൻ്റെ വീടിനടുത്തുള്ള ആളുകളും എല്ലാവരും ഉള്ളത് എന്നുള്ളതാണ്. സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടെ പൂർത്തിയാക്കുന്നു. അതിനുശേഷം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വരും ദിവസങ്ങളിലും ശമനമുണ്ടാകില്ല എന്ന് നമുക്കറിയാം. കാരണം അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ പരാജയം കൊണ്ട്, ഒരു സർക്കാർ സിസ്റ്റത്തിൻ്റെ വീഴ്ച കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് മിഥുൻ. ആദ്യം അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീഴുന്ന മരിച്ച ബിന്ദുവാണെങ്കിൽ, ഇവിടെ അതൊരു സ്കൂളിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വിദ്യാർത്ഥി സ്കൂൾ അധികൃതരുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും KSEBയുടെയും അങ്ങനെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഭരണ സംവിധാനങ്ങളുടെയും പരാജയം കൊണ്ട്, അല്ലെങ്കിൽ വീഴ്ച കൊണ്ട്, ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഒരു കുറ്റകരമായ അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല, ഞങ്ങളുടെ വീഴ്ചകളല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പോലും ചില വകുപ്പ് ഉദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ തന്നെയാണ്. സുധീഷ് ഗോപാൽ മിഥുന്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുധീഷ്, മിഥുന്റെ അമ്മ അല്പസമയത്തിനുള്ളിൽ തന്നെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും മിഥുനെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയാൻ കഴിയും. അവിടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം എത്തിച്ചേരുന്നുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്ന് പുലർച്ചെ 4 മണിയോടെ കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരിക്കുള്ള വിമാനത്തിൽ മിഥുൻ്റെ അമ്മ കയറി എന്നതാണ്, അവിടെ നിന്നും പുറപ്പെട്ടു എന്നതാണ് ബന്ധുക്കളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 8:50 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്നും പോലീസ് എസ്കോർട്ടോടെയാണ് ഇവിടെ വീട്ടിലേക്ക് വരുന്നത്. ഇതേസമയം തന്നെ 9 മണിയോടെ ഇവിടെ നിന്നും വീട്ടിൽ നിന്നും ബന്ധുക്കളും മറ്റ് അടുത്ത സുഹൃത്തുക്കളും എല്ലാം മിഥുൻ്റെ മൃതദേഹം ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി പുറപ്പെടും. അവിടെ നിന്നും 10 മണിയോടെ ഈ തേവലക്കരയിലെ ബോയ്സ് ഹൈസ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ 12:30 വരെയാണ് പൊതുദർശനത്തിന് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ തന്നെ നമുക്കറിയാം, ഒരു മരണ വീട്ടിൽ മൃതദേഹം ഇല്ലെങ്കിൽ പോലും വലിയ ജനാവലി തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ആ രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഉണ്ടായാൽ അത് 12:30 എന്നുള്ളത് അല്പം കൂടി നീണ്ടുപോകാനുള്ള സാധ്യത വരെയുണ്ട്. എന്തു തന്നെയാലും അവിടെ നിന്നും ഈ പൊതുദർശനം പൂർത്തിയാക്കിയാൽ അവിടെ നിന്നും വിലാപയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നവർക്ക് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടാവും. അതിനുശേഷം വൈകിട്ട് 5 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മിഥുൻ കളിച്ചു വളർന്ന പിച്ച വെച്ച ഈ മണ്ണിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ പിൻഭാഗത്താണ്. ഈ പിൻഭാഗത്ത് ചെറിയ സ്ഥലം മാത്രമാണുള്ളത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നതാണ് നമുക്ക് ഈ ബന്ധുക്കളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ വളരെ പരിമിതമാണെങ്കിൽ പോലും ആ പരിമിതമായ സൗകര്യത്തിൽ മിഥുന് അന്ത്യവിശ്രമം കൊള്ളുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തും. അത് വൈകിട്ട് 5 മണി ആയതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി അതിൻ്റെ മറ്റ് ഒരുക്കങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ. അതിന് വേണ്ട ക്രമീകരണങ്ങൾ മറ്റ് വരുന്ന ആൾക്കാർക്കും മറ്റും അന്തിമോപചാരം അർപ്പിക്കുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും രാവിലെ സ്കൂളിലേക്ക് പോയ അത് അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ വിടുകയും അവിടെ നിന്നും ബസ്സിലാണ് അന്ന് സ്കൂളിലേക്ക് മടങ്ങിയത്. ആ സ്കൂളിൽ നിന്നുമുള്ള മടക്കയാത്ര ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നത് ചേതനയേറ്റ ആ ശരീരമായി ആണ് എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം എന്നും ഇവിടുത്തെ മിഥുൻ്റെ അച്ഛൻ്റെ അമ്മയാണ് ഒരുക്കി സ്കൂളിലേക്കും മറ്റും വിട്ടിരുന്നത്. അമ്മ കഴിഞ്ഞ ദിവസം ഈ മരണവാർത്ത അറിയുമ്പോൾ മുതൽ തുടങ്ങിയ തേങ്ങലാണ്. ഇതുവരെയും അത് ശമിച്ചിട്ടില്ല. വലിയ വേദന ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും കണ്ണ് നനയിക്കുന്ന തരത്തിലുള്ള ഒരു വികാരങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്കും അത് ഉൾക്കൊള്ളാൻ ഇതുവരെയും അമ്മൂമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. അതേ സാഹചര്യം തന്നെയാണ് അമ്മയ്ക്കുള്ളത്. ഈ മിഥുനടക്കമുള്ള 2 കുട്ടികളുടെയും നല്ല വിദ്യാഭ്യാസം എല്ലാം സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ വിദേശത്ത് ജോലി തേടിപ്പോയത്. 2 കുട്ടികളെയും നാട്ടിലാക്കി പോകുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാവുന്ന വേദന അത് എല്ലാം തന്നെ ഈ മക്കൾക്ക് വേണ്ടിയായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ
കഴിഞ്ഞ ദിവസം അവിടേക്ക് വരുന്ന ഒരു ഫോൺ കോളിൽ അറിയുന്നത് അതിൽ മൂത്ത മകൻ്റെ വേർപാട് സംഭവിച്ചു എന്ന വാർത്തയാണ്. ആ വേദനയോടുകൂടി തന്നെയാണ് വിദേശത്തു നിന്നും അമ്മ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നത്. വലിയ വേദനാജനകമായ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്തുതന്നെയായാലും ഉച്ചയോടുകൂടി അമ്മ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇവിടെ വീട്ടിലെത്തിച്ചേരും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. 5 മണിയോടെ തന്നെ ബന്ധുക്കളെല്ലാം തന്നെ അമ്മയെ കൂട്ടുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും എത്രയും വേഗം എത്തുന്നതിന് വേണ്ടി പോലീസ് എസ്കോർട്ടും ഒരുക്കിയിട്ടുണ്ടെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ദേവിക. ശരി സുധീഷ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് 5 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വടക്കൻ ജില്ലകളിലാണ് പ്രധാനമായിട്ടും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകൾക്ക് റെഡ് അലേർട്ടും 5 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിലും റെഡ് അലേർട്ട് ഉൾപ്പെടെയുള്ള അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തിയെ തിരമാലയേറ്റത്തിനും വേലിയേറ്റത്തിനും സാധ്യതയുള്ളതായിട്ടാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അത്യാഹിത സംഭവങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് മാറി താമസിക്കാനും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനുമുള്ള ഒരു നിർദ്ദേശം റവന്യൂ വകുപ്പിൽ നിന്ന് നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ ലഭിക്കും. ഫോർകാസ്റ്റ് പ്രകാരം 3 മണിക്കൂറിനുള്ളിൽ മേൽപ്പറഞ്ഞ 5 റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും 5 യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അതിതീവ്ര മഴയും കാറ്റും ലഭിക്കുമെന്നാണ് നമുക്ക് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാം. ഇതുവരെ വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മൺസൂൺ ശക്തി പ്രാപിക്കുകയാണ്. ജൂലൈ അവസാനത്തോടു കൂടി മൺസൂണിന്റെ ശക്തി കുറയുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും മുന്നറിയിപ്പുകളിലൂടെ ലഭ്യമാകുന്നുണ്ട്. ദേവിക. ശരി, എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മറ്റ് 5 ജില്ലകൾക്കും യെല്ലോ അലർട്ടാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലേക്ക് എത്തുമ്പോൾ ശബരിമല സന്നിധാനത്ത് തിമിർത്ത് പെയ്യുന്ന മഴയിൽ അയ്യപ്പ ദർശന സായുജ്യം നേടുകയാണ് ഭക്തജനങ്ങൾ. സന്നിധാനത്ത് കഴിഞ്ഞ 4 ദിവസമായി പെയ്യുന്ന മഴയ്ക്ക് ഇന്നും ശമനമില്ല. കനത്ത മഴയാണ് രാവിലെ സന്നിധാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. 28,337 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. കർക്കടക മാസ പൂജ നാളുകളിൽ അയൽ സംസ്ഥാന ഭക്തരാണ് ദർശനത്തിന് കൂടുതലായി എത്തുന്നത്. പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നടയടയ്ക്കും. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, മഴ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭക്തജന പ്രവാഹമാണല്ലേ സന്നിധാനത്ത്? ദേവിക, രാവിലെ കനത്ത മഴയാണ് ശബരിമല സന്നിധാനത്ത്. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന മഴ ഇന്ന് പുലർച്ചെയുമുണ്ട്. ഇന്നലെ രാത്രിയിലും മഴ പെയ്തു. തോര മഴ എന്ന് പറയാവുന്ന കാലാവസ്ഥയാണ് കഴിഞ്ഞ 4 ദിവസമായി സന്നിധാനത്തുള്ളത്. പക്ഷേ മഴയൊന്നും ഭക്തജനങ്ങളുടെ സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ദർശനത്തിനുള്ള വരവിനെ ബാധിച്ചിട്ടില്ല. ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ശരാശരിക്ക് മുകളിൽ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നുണ്ട്. 28,337 ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി. അതിന് മുൻപുള്ള ദിവസവും 20,000-ഓളം ഭക്തജനങ്ങളും നട തുറന്ന ദിവസം 8,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തി. ശരാശരിക്ക് മുകളിൽ ഭക്തജനത്തിരക്കാണ് കർക്കിടക മാസപൂജാ നാളുകളിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സാധാരണ മലയാളികളാണ് ഈ മാസപൂജാ നാളുകളിൽ ധാരാളമായി എത്തുന്നതെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ കർക്കിടക മാസപൂജാ നാളുകളിൽ വലിയ വർധനവുണ്ട്. ഇന്നലെ 28,337 ഭക്തജനങ്ങൾ ആകെ ദർശനം നടത്തിയപ്പോൾ അതിൽ 14,000-ഓളം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരായിരുന്നു. 6,000 ഭക്തജനങ്ങൾ മാത്രമാണ് മലയാളികൾ ഇന്നലെ ദർശനത്തിന് എത്തിയത്. ബാക്കി കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള ഭക്തജനങ്ങളാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഒപ്പം തന്നെ മഴയുമുണ്ട്. ജാഗ്രത ഭക്തജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മഴ ഉള്ളതുകൊണ്ട് തന്നെ വഴുക്കലുണ്ട്. മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം
മല കയറി എത്തുന്ന ഭക്തജനങ്ങളും ദർശനം പൂർത്തിയാക്കി തിരികെ ഇറങ്ങുന്ന ഭക്തജനങ്ങളും ഈ ഒരു സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമായതിനാൽ അതീവ ജാഗ്രതയോടുകൂടി എത്തേണ്ടതുണ്ട്. പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. പമ്പയിൽ ഇറങ്ങുന്ന ഭക്തജനങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം മല കയറി വരുന്ന ഭക്തജനങ്ങൾ ഈ വലിയ വൃക്ഷങ്ങളുടെയും മറ്റും ചോട്ടിൽ പോയി നിൽക്കാതെയും അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒപ്പം തന്നെ വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കാതെയും അങ്ങനെയുള്ള ചില ജാഗ്രതാ മുന്നൊരുക്കങ്ങളോടുകൂടി മല കയറി എത്തണം എന്നുള്ള കാര്യവും ഓർക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ മഴ, നല്ല മഴയാണ് സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത്. നല്ല തണുത്ത കാലാവസ്ഥയാണ് 4 ദിവസമായി പുലർച്ചെ സന്നിധാനത്ത് ഉള്ളത്. അതീവ തണുപ്പോടുകൂടി മഴയും മഞ്ഞുമൊക്കെ കൂടിയ തണുത്ത പ്രഭാതത്തിലാണ് ശബരീശ ദർശനത്തിന് വേണ്ടി ഒട്ടനവധി ഭക്തജനങ്ങൾ ദർശന സായുജ്യം നേടി ഈ കർക്കിടക മാസ പൂജാ നാളുകളിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നത്. കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്ന ദിവസമാണ്. നേരിട്ടുള്ള ദർശന ക്രമീകരണവും കൊടിമരച്ചൂട്ടിൽ നിന്നും ഭക്തജനങ്ങളെ നേരിട്ട് ദർശനം നടത്തുന്ന സംവിധാനവും ഒപ്പം തന്നെ ഫ്ലൈ ഓവർ ഉപയോഗിച്ചുള്ള ദർശന ക്രമീകരണവും സമാന്തരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നേരിട്ടുള്ള ദർശന ക്രമീകരണം സാധാരണ മുഴുവൻ സമയവും സാധ്യമാകുന്നില്ല, ഈ തിരക്ക് കൂടുതലുള്ളതുകൊണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയവും ഫ്ലൈ ഓവർ ഉപയോഗിച്ചുള്ള ദർശനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൊടിമരച്ചൂട്ടിൽ നിന്നും ഭക്തജനങ്ങളെ ബലിക്കൽ പുര വഴി നേരിട്ട് ദർശനം ക്രമീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാന്തരമായി തന്നെ ഫ്ലൈ ഓവറിലും ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ പകുതിയിലധികവും ഭാഗവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഇനി 7:30 ഉഷപൂജ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 5-ന് നട തുറക്കും. 6:30 ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ദിവസവും പടിപൂജയുണ്ട്. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ഇതാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. ഇനിയുള്ള ദിവസങ്ങളിലും വരാന്ത്യമായതുകൊണ്ട് തന്നെ ഇന്ന് വരും മണിക്കൂറുകളിലും നാളെയുമെല്ലാം ഭക്തജന തിരക്ക് ഇനിയും വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുമാണുള്ളത്. തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി കർക്കിടക മാസ പൂജാ നാളുകൾക്ക് സമാപനമാകും. വലിയ തിരക്ക് വരും മണിക്കൂറുകളിലും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞുമാളികപ്പുറങ്ങളും അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലുമെല്ലാം വലിയ വർധനവുള്ള ദിവസങ്ങളാണ്. മഴ തോരാതെ തന്നെ തുടരുന്നു. തണുത്ത കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ് സന്നിധാനത്ത്. കഴിഞ്ഞ പുലർക്കാലങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നത് പോലെ സമാന്തരമായി തന്നെ തോരാമഴയുള്ള തണുത്ത കാലാവസ്ഥയുടെ മണിക്കൂറുകളാണ് സന്നിധാനത്ത്. ആ തണുത്ത കാലാവസ്ഥയിൽ അയ്യപ്പ ദർശന സായുജ്യം നേടി കാലാവസ്ഥയൊന്നും പ്രതികൂലമായാലും മഴയായാലും വെയിലായാലും ഒന്നും പ്രശ്നമല്ല, അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ള ആ അനുഗ്രഹ സഫലീകരണത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ഭക്തജനങ്ങൾ ഈ മഴയത്തും ഒഴുകിയെത്തി അയ്യപ്പസ്വാമിക്ക് മുന്നിൽ ജീവിതം സമർപ്പിച്ച് തിരികെ മടങ്ങുന്ന ആ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. നല്ല മഴ ഇനിയും വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകും. ഇതേ രീതിയിൽ തന്നെ മഴ തോരാമഴയായി തന്നെ തുടരുമെന്ന സാധ്യത കണക്കാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ് സന്നിധാനത്തുള്ളത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തോരാമഴയാണ്. അല്പസമയം മാത്രം മഴ മാറി നിൽക്കും, പിന്നീട് മഴ തുടരുന്ന കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. ആ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ല എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു അന്തരീക്ഷ മേഘാവൃതമായ കാലാവസ്ഥ, പുലർച്ചെ മുതലേ തുടങ്ങിയിരിക്കുന്ന മഴ ഇപ്പോഴും തുടരുന്ന കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്ത് ഉള്ളത്. ഈ കാലാവസ്ഥയൊന്നും പക്ഷേ ഭക്തജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജാഗ്രതാ മുന്നൊരുക്കങ്ങളോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും മല കയറി എത്തുന്ന ഭക്തജനങ്ങളും മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി എത്തണം എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭക്തജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. തിരുവനന്തപുരം മുട്ടത്തറ ശിവജി ലൈനിൽ മഴക്കുഴി പദ്ധതിക്കായി നിർമ്മിച്ച ഓട മാലിന്യം നിറഞ്ഞ ഡ്രെയിനേജായി മാറി. 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് ഈ ദുരിതം. കൗൺസിലറെ നിരവധി തവണ ദുരവസ്ഥ അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മഴക്കുഴി പദ്ധതിക്കായി നിർമ്മിച്ച ഓടയാണിത്. പക്ഷേ ഈ പദ്ധതിയെ ശിവജി ലൈനിലെ താമസക്കാർ വിളിക്കുന്നത് മരണക്കുഴി പദ്ധതി എന്നാണ്. വീടുകൾക്ക് മുന്നിലെ ഓടകൾ മാലിന്യം നിറഞ്ഞ് ഡ്രെയിനേജ് പോലെയായി. മഴക്കാലമായതോടെ ഓടയിൽ കൊതുകും കൂത്താടിയും പെറ്റുപെരുകി. രോഗങ്ങൾ പിടിപെടുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികളുടെ ജീവിതം. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന് ഓടകൾ കണ്ടാൽ മനസ്സിലാകും. ഒരു അംഗനവാടിയുണ്ട്, ഈ ഒരു അംഗനവാടിയിൽ അവിടുത്തെ ഡ്രെയിനേജ് നിറഞ്ഞു നിന്നിട്ട് ഒരു കൗൺസിലർക്ക് ഒരു കോർപ്പറേഷന് ഒരു കാര്യം ചെയ്യാൻ ഇതുവരെ ആയിട്ടില്ല. ആ ഒരു കൊച്ചു കുഞ്ഞുങ്ങള് ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ അവരവരുടെ വീടുകളിൽ പോകണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. നിരവധി തവണ പ്രശ്നപരിഹാരത്തിനായി കൗൺസിലറെ ബന്ധപ്പെട്ടെങ്കിലും ഇടപെട്ടില്ലെന്നാണ് ആക്ഷേപം. കൗൺസിലർ പറയാം ഈ മുടുക്കിൽ ഞങ്ങൾക്ക് പുല്ലാണ്, ഈ മുടുക്കിൽ എനിക്ക് പുല്ലാണെന്നാണ് പറയുന്നത്. ഒരു കൗൺസിലർ പറയും ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് മാറ്റിയിട്ട് ഈ മുടുക്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറഞ്ഞ് ഞങ്ങൾക്ക് പുല്ലെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ബിജെപിയുടെ വോട്ട് വാങ്ങിച്ചാണ്, ചിലത്തെ മാർക്സ്വാദിയുടെ വോട്ട് വാങ്ങിച്ചാണ്, കോൺഗ്രസ്. ഇവിടെ അങ്ങനെ രാഷ്ട്രീയമില്ല, എല്ലാവരുടെ വോട്ടും ഉണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടന്നിട്ടേയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഓട നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.
കണ്ണൂർ പട്ടുവ മംഗലശ്ശേരിയിൽ പ്രദേശവാസി വയൽ മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് വീടിന് ചുറ്റും വെള്ളം കയറിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു കുടുംബം. രോഗിയായ 4 വയസ്സുകാരൻ ഉൾപ്പെടുന്ന നിർധന കുടുംബം താമസിക്കുന്ന വീടിന് ചുറ്റുമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. സംഭവത്തിൽ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മംഗലശ്ശേരിയിലെ കയ്യങ്കോട്ട് നാരായണിയുടെ വീടിന് മുന്നിലെ വയലാണ് സ്ഥലമുടമ മണ്ണിട്ട് നികത്തിയത്. ഇതോടെ മഴവെള്ളം ഒഴുകിപ്പോകാതെ ഇവരുടെ പുരയിടത്തിൽ കെട്ടി നിൽക്കുകയാണ്. വെള്ളക്കെട്ട് കാരണം വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് കുടുംബം. വെള്ളം കയറിയതോടെ കുടിവെള്ളവും മലിനമായി. നാഫ്രോട്ടിക് സിൻഡ്രോം എന്ന മൂത്രത്തിലൂടെ പ്രോട്ടീൻ നഷ്ടമാകുന്ന രോഗം ബാധിച്ച ചികിത്സയിലാണ് നാരായണിയുടെ പേരമകൻ അലൻ. കുട്ടിക്ക് പനി വരാതെ സൂക്ഷിക്കണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. പനി ബാധിച്ചാൽ ചികിത്സ ആദ്യഘട്ടം മുതൽ വീണ്ടും തുടങ്ങണം. ഈ വെള്ളക്കെട്ട് അലന്റെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കുടുംബം. പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വന്നിട്ട് വെള്ളം കെട്ടി നിൽക്കല്. മുൻകാലങ്ങളിൽ മഴ വരുന്ന സമയത്ത് വയലിൽ കൂടിയിട്ട് ആ വെള്ളം അങ്ങ് ഒഴുകിപ്പോവും. ഇപ്പം അവരവിടെ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നിർത്തിയത് കാരണം ആ വെള്ളം ഒഴുകി പോകുന്നില്ല. വയൽ മണ്ണിട്ട് നികത്തുമ്പോൾ തന്നെ നാരായണിയുടെ കുടുംബം സ്ഥലമുടമയോട് വെള്ളക്കെട്ടുണ്ടാകുമെന്നും വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമുണ്ടാക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും ഒന്നും ചെയ്തില്ല. കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് സംഭവത്തിൽ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജനം, കണ്ണൂർ. റോഡിലെ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലാണ് എറണാകുളം തൃപ്പൂണിത്തുറ നങ്ങേലിപ്പറമ്പ് നിവാസികൾ. കാനയില്ലാത്തതിനാൽ റോഡിൽ വെള്ളം നിറഞ്ഞു നിന്ന് അപകടങ്ങളും ഇവിടെ പതിവാണ്. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭയിലെ 43, 45 വാർഡുകളിലൂടെ കടന്നു പോകുന്ന മഞ്ഞളിപ്പാടം വിഷാരിക്കോവിൽ റോഡാണിത്. മഴ പെയ്താൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറയും. ഇരുചക്ര വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. അത്യാവശ്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും ഒന്നും ആയിട്ടില്ല. ഇവിടെ ഭവൻസിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ പ്രായമായ അമ്മമാരെല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അവരും പല ആൾക്കാരും വീണു. എന്നെ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അതിൻ്റെ മുനിസിപ്പൽ അധികാരികളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എന്താണ് അവർ കണ്ണു തുറക്കാത്തതെന്ന് എനിക്കറിയില്ല. തൊട്ടടുത്തുള്ള സ്കൂളിലേക്കും ക്ഷേത്രത്തിലേക്കും ദിവസവും വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്നത് ഈ വഴിയാണ്. കാനയില്ലാത്തതാണ് റോഡിൽ വെള്ളക്കെട്ടിന് കാരണമെന്ന് ഇവിടുത്തെ ജനപ്രതിനിധി അടക്കം പറയുന്നു. കാനയില്ല, കാരണം അപ്പുറത്തൊരു ബൈ റോഡ് ഉണ്ടായി. അപ്പോൾ അവിടുത്തെ വീട്ടിലൊക്കെ വെള്ളം കയറുന്നതുകൊണ്ട് അവർ ആ റോഡൊന്ന് പൊക്കി. അപ്പോൾ അവിടെ നിന്ന് ആ വീട്ടുകാരുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന വെള്ളം ഈ റോട്ടിലേക്കായി. ഇവിടെ വന്ന് കെട്ടിക്കിടക്കുമ്പോൾ പോകാൻ വഴിയില്ല. ഇനി ഈ വെള്ളക്കെട്ടിന് പരിഹാരമാണെങ്കിൽ ഇതിലെ കൂടി കാന വേണം. കാനയിട്ട് അപ്പുറത്ത് സഹോദരൻ റോഡുണ്ട്, ആ റോഡിലേക്ക് അവിടെ കാനയുണ്ട്, അങ്ങോട്ട് ബന്ധിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരവും. റോഡിന്റെ ശോചനീയാവസ്ഥയും നാട്ടുകാരുടെ ദുരിതവും തൃപ്പൂണിത്തുറ നഗരസഭാ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല. ദുരിതത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരത്തിനിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, കൊച്ചി. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മറ്റ് 5 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. മാത്രമല്ല കാസർഗോഡും കണ്ണൂരും വയനാടും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ്. ദേവിക, വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല മണിക്കൂറിൽ അതിശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് തുടങ്ങിയ 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. കൂടാതെ ഇവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കണ്ണൂരിലെ ഇരിട്ടി പോലുള്ള സ്ഥലത്ത് അതിതീവ്രമായ മഴ പെയ്യുന്നുണ്ട്. കണ്ണൂരിലെ വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടർച്ചയായ 3 ദിവസമായി അവധി പ്രഖ്യാപിച്ചിരിക്കുക. തുടർച്ചയായി തന്നെ ശക്തമായ മഴ കണ്ണൂർ ജില്ലയിലുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് കാസർഗോഡും മഴ മാറി നിൽക്കുന്ന അതിതീവ്ര മഴയില്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ കാസർഗോട്ടെ പല പ്രദേശങ്ങളിലും ചില വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇന്നലെ അടക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പ്രദേശത്തെ നമ്മളടക്കം ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്, ഒരു വീട്ടിലേക്ക് വലിയ തൊട്ടടുത്തുണ്ടായിരുന്ന വലിയ കല്ല് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ, കല്ല് ഉരുൾപൊട്ടി വരുന്ന പോലെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. റോഡിൽ പലയിടങ്ങളിലും വിള്ളൽ രൂപപ്പെടുന്ന സാഹചര്യവും കാസർഗോഡ് ജില്ലയിലുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അതിശക്തമായ മഴ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പുറത്തു വരുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ തുടരുകയാണ്. വിലങ്ങാട് തുടങ്ങിയ ഉരുൾപൊട്ടൽ ബാധിത സാധ്യതയുള്ള മേഖലകളിലെ ആളുകൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ ഭരണകൂടം സദാസമയം അവിടെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ കടലോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ട്രോളിംഗ് നിരോധനമാണ്. അതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങളൊക്കെ തന്നെ കടലിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ളവർ പോവരുത് എന്നൊരു നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. അങ്ങനെ ഏതെങ്കിലും വലിയ തിരമാല, മണിക്കൂറിൽ വലിയ രീതിയിൽ വീശുന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ദേവിക. ശരിയാണ്. വിശാൽ വധക്കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷി വിസ്താരം പൂർത്തിയായി. 2023 ഡിസംബർ 12 തുടങ്ങിയ സാക്ഷി വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 55 സാക്ഷികളുടെയും 205 രേഖകളും 50 തൊണ്ടി സാധനങ്ങളുമാണ് കോടതിയിൽ തെളിവായി സമർപ്പിച്ചത്. കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ അടക്കം 19 പ്രതികളാണുള്ളത്. ക്യാമ്പസ് ഫ്രണ്ട് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി കൊലപാതകമായിരുന്നു വിശാലിൻ്റേത്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് 2012 ജൂലൈ 16 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ ക്രൂരമായ ആക്രമണത്തിലാണ് ABVP നേതാവായ വിശാൽ കൊല്ലപ്പെട്ടത്. കേസിലെ പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷി വിസ്താരമാണ് പൂർത്തിയായത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PP പൂജ മുൻപാകെ കേസിലെ അവസാന അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP C ബാബുരാജിനെയാണ് അവസാനമായി വിസ്തരിച്ചത്. 2023 ഡിസംബർ 12 തുടങ്ങിയ സാക്ഷി വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 55 സാക്ഷികളെയും 205 രേഖകളും 50 തൊണ്ടി സാധനങ്ങളുമാണ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കൽ കോടതിയിൽ തെളിവായി സമർപ്പിച്ചത്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നവാഗതർക്ക് ABVP പ്രവർത്തകർ സ്വീകരണമൊരുക്കിയ ചടങ്ങിൽ മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ച് ആയുധങ്ങളുമായി എത്തിയ 13 അംഗ ക്യാമ്പസ് ഫ്രണ്ട് ഭീകര സംഘം വിഷ്ണുപ്രസാദ്, ശ്രീജിത്ത് എന്നീ ABVP പ്രവർത്തകരെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും വിശാലിനെ കൊലപ്പെടുത്തുകയും കൂടെയുണ്ടായിരുന്ന മറ്റ് ABVP പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തതായാണ് കേസ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് തുടർന്ന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഫയൽ ചെയ്തത്. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുവാനുള്ള വിശാലിന്റെ മാതാപിതാക്കളുടെ അപേക്ഷ പോലും സർക്കാർ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നില്ല. ജനം, ആലപ്പുഴ. ആത്മനിർഭർ ഭാരതത്തിൽ മുന്നേറ്റവുമായി DRDO. ഇത്തവണ പ്രതിരോധ മേഖലയിലല്ല, മറിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആശ്വാസമാവുകയാണ് DRDO. 125 കിലോ വരെ ഭാരം താങ്ങാൻ കഴിയുന്ന കൃത്രിമ കാർബൺ ഫൈബർ കാലുകളാണ് തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുന്നത്. കരുത്തുറ്റ കാർബൺ ഫൈബർ കാലിന്റെ സവിശേഷതകൾ അറിയാം. What all best you can do, sir, actually it requires 15 to 20 days of training. He has just got 3 days of training. Oh, super, excellent. So the stability and the confidence that he has in mobilizing just after 3 to 4 days of training. Thank you, Tirmal Garu. Thank you very much. തെലങ്കാനയിലെ DRDO ലബോറട്ടറിയും ബിബി നഗർ എയിംസും ചേർന്നാണ് വ്യത്യസ്ത ഭാരമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന കൃത്രിമ കാൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ 3 മോഡലുകളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒപ്റ്റിമൈസ്ഡ് കാർബൺ ഫുട്ട് പ്രോസ്തെസിസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപകരണം വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസമാകുമെന്ന ഉറപ്പാണ്. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉപകരണം പുറത്തിറക്കുന്നതിൽ ഭാരതം എന്നും പേരുകേട്ടതാണ്. എഡിഡോക്കും അത്തരത്തിലൊരു ഉപകരണമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ 2 ലക്ഷം രൂപ വരെ ഉപകരണത്തിന് വില വരും. എന്നാൽ ഇന്ത്യയിൽ ഇത് 20,000 രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സയൻസ് ഡെസ്ക്, ജനം. സംസ്ഥാനത്ത് സർവകലാശാലകളുടെ പ്രതിസന്ധിയിൽ രാജ്ഭവൻ ഇടപെട്ടതോടെ തിരിച്ചടി ഭയന്ന അനുനയ നീക്കത്തിനൊരുങ്ങുകയാണ് സർക്കാർ. മുഖ്യമന്ത്രി വഴി പ്രശ്നം ഒതുക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. കേരള സർവകലാശാല VCയെ അനുനയിപ്പിക്കാനും പ്രശ്നം ഒതുക്കാനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 27 മുൻപ് വിഷയത്തിൽ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗവും ചേരും. ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാരായ R ബിന്ദുവും മറ്റും ഗവർണറെ കാണുമെന്ന് അറിയിച്ചിരുന്നു. ഗവർണർ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വഴിയാണ് ഇപ്പോൾ അനുനയ നീക്കങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്, അല്ലേ?
ദേവിക തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ സൂചനകൾ നൽകിക്കൊണ്ടുള്ള മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതാണല്ലോ, അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ VC-യുമായി ഒരു ചർച്ച നടത്താനും ഒപ്പം തന്നെ അത് പിന്നീട് ഗവർണറുമായി, ചാൻസലറാണ്, സർവകലാശാലകളുടെ അധിപനാണ്, അദ്ദേഹവുമായി ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങാനും പ്രതിസന്ധി പരിഹരിക്കാനും തങ്ങൾ തയ്യാറാണ് എന്നുള്ള സൂചന മന്ത്രി നൽകുകയും ചെയ്തത്. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം കേരള സർവകലാശാല VC തലസ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹവുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. മന്ത്രി വീട്ടിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്തുകയും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 1/2 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച VC നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗവർണറെ കാണാൻ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ള സൂചന മന്ത്രി നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് നിലവിലില്ല, അല്ലെങ്കിൽ തന്റെ നിലപാട് ശരിയാണ് എന്നുള്ള അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് VC. രജിസ്ട്രാർ അടക്കമുള്ളവർ ഭാരതാംബ വിഷയത്തിലെടുത്ത നിലപാട്, ഒപ്പം തന്നെ സർവകലാശാലയിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ രജിസ്ട്രാർ സ്വീകരിച്ച നടപടി, അതേ തുടർന്നുണ്ടായ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ രജിസ്ട്രാറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അംഗീകരിക്കും വരെ തന്റെ നിലപാട് തുടരുമെന്നുള്ളതാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ അറിയിച്ചിട്ടുള്ളത്. അതിലെന്ത് നിലപാട് മന്ത്രി സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്ക് കണ്ടറിയേണ്ടത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്നാലും ഒരു അനുരഞ്ജന നീക്കം, പ്രത്യേകിച്ച് സർവകലാശാലകളിൽ കനത്ത പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യം കേരള സർവകലാശാല ഉദാഹരണമായി എടുക്കുകയാണെങ്കിലും സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ സർക്കാർ ഗവർണർ പോര് മുറുകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റുകളടക്കം ഒപ്പുവയ്ക്കാൻ കഴിയാത്ത സാഹചര്യം, ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ പല നിയമനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ പെൻഡിംഗ് ആകുന്നു. VC നിയമനം അടക്കമുള്ള കാര്യങ്ങൾ പല സർവകലാശാലകളിലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം, സർക്കാരിന്റെ നോമിനി അടക്കം നൽകാത്തതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ രാജ്ഭവന് കഴിയാത്തൊരു പശ്ചാത്തലം. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഒരു അടിയന്തര ഇടപെടൽ സർക്കാർ തലത്തിൽ നടത്താൻ പോകുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും ഗവർണറുമായി, സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറുമായി ഒത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. അതിന്റെ സൂചനയാണ് ഇപ്പോൾ മന്ത്രി നൽകുകയും ചെയ്തത്. എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയും തലസ്ഥാനത്ത് ഇല്ല, ഗവർണറും മുഖ്യമന്ത്രിയും ഡൽഹിയിലാണ്. ഇരുവരും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ അത്തരത്തിലൊരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തും. മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ കാണാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി P രാജീവും ഗവർണറെ കാണാനുള്ള സാധ്യതകളുണ്ട്. നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആലോചിച്ച ശേഷം പ്രശ്നപരിഹാരത്തിനുള്ളൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടക്കുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ നിലപാട് കടുപ്പിച്ച് കേരള സർവകലാശാല VC തുടരുന്ന സാഹചര്യം, കൂടാതെ തന്നെ ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടും സ്റ്റാൻഡും ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലം, നിരവധി ഘട്ടങ്ങളിൽ ശാസനയടക്കം രാജ്ഭവൻ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇടപെടൽ കടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആ അനുനയ നീക്കത്തിന് ഗവർണർ നിന്നുകൊടുക്കുമോ അതോ VC എടുത്ത നിലപാട് ഗവർണറും ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി. വെടിനിർത്തൽ ധാരണ അംഗീകരിച്ച ഇസ്രായേലും സിറിയയും. ടർക്കിയിലെ US നയതന്ത്ര പ്രതിനിധി ടോം ബറക്കാണ് ഇക്കാര്യം എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത്. സ്വേദ പ്രവിശ്യയിൽ സിറിയയുടെ സൈനികേതര സാന്നിധ്യം കുറയും. മേഖലയിലെ സിറിയൻ ദുറൂസ് വിഭാഗങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സൈനിക സാന്നിധ്യം പരിമിതപ്പെടുത്തുന്നത്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബുധനാഴ്ച മുതൽ ശക്തമായ ഒരു വ്യോമ ആക്രമണമാണ് ഇസ്രായേൽ സിറിയൻ മേഖലകളിൽ, അതായത് സ്വേദ മേഖലയിലും അതുപോലെ തന്നെ ദക്ഷിണ ഡമാസ്കസിലും, ദക്ഷിണ സിറിയയിലും ഡമാസ്കസിലും എല്ലാം തന്നെ നടത്തിയത്. ഈ ആക്രമണം നടത്തിയതിന്റെ അടിസ്ഥാന കാരണം എന്ന് പ്രധാനമായും പുറത്തുവെക്ക് വരുന്നത് അതിർത്തി പങ്കിടുന്ന, അതായത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ശക്തമായ സുരക്ഷ ഒരുക്കുന്നത്, ശക്തമായ സൈനിക വിന്യാസം സിറിയ നടത്തുന്നത് വെല്ലുവിളിയാണ് എന്ന ഇസ്രായേലിന്റെ നിലപാടാണ്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സിറിയയിലെ ദുറൂസ് വിഭാഗത്തിൽപ്പെട്ട, അതായത് വിശ്വാസികളായ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെട്ട ആ വിഭാഗത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇടപെടൽ അനിവാര്യമാണ് എന്ന നിലപാടുമാണ്. കാരണം മെജോറിറ്റിയും സിറിയയിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിഭാഗങ്ങളാണ്. അവർ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഈ ബുധനാഴ്ച മുതൽ ആരംഭിച്ച ശക്തമായ ഒരു ആക്രമണം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് നേരത്തെ തന്നെ, അതായത് ഈ സംഭവങ്ങൾ ആരംഭിച്ച ആ നിമിഷം തന്നെ
അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെ ഇടപെട്ട് നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തുർക്കിയിലെ നയതന്ത്ര പ്രതിനിധി വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയം താൽക്കാലിക വെടിനിർത്തലിനുള്ള ധാരണയിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് തന്നെ ഇരു രാജ്യങ്ങളും എത്തിയെന്നും അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലും വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണ സിറിയയിലും മറ്റും സൈനിക വിന്യാസം, സുവേദ മേഖലയിൽ സൈനിക വിന്യാസം കൃത്യമായി കുറയ്ക്കുക എന്നൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ സിറിയയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. സ്വാഭാവികമായും ആ സൈനിക വിന്യാസം കുറയ്ക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈനിക നടപടികളും കുറയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായൊരു ആക്രമണ സാധ്യത നിലനിൽക്കുന്നില്ല എന്നൊരു സാഹചര്യം കൂടി പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ദുരൂഹ വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇസ്രായേൽ. അമേരിക്ക മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണ ഹമാസ് അംഗീകരിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പോപ്പ് ലിയോയുമായി ബെഞ്ചമിൻ നെതന്യാഹു ബന്ധികളുടെ മോചനം സംബന്ധിച്ച വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട വിശദീകരണത്തിലാണ് ഹമാസ് സഹകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി 50ഓളം ബന്ധികളാണ് ഹമാസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ മുഴുവൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് ഉറപ്പു നൽകിയാൽ മാത്രം ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. فتول عنهم حتى حين وأبصرهم فسوف يبصرون أفبعذابنا يستعجلون فإذا نزل بساحتهم فساء صباح المنذرين الحمد لله رب العالمين ليس بغافل سبحانه عما يعمل الظالمون وكان حقا عليه نصر المؤمنين والصلاة والسلام على نبينا المجاهد الشهيد وعلى آله وصحبه ومن جاهد جهاده إلى يوم الدين وبعد. ഹമാസ് വക്താവ് അബു ഓബൈദയുടെ വാക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഐസർ, ഇപ്പോൾ ഹമാസിന്റെ നിലപാട് എന്താണ്? ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന നിലപാടിനോട് യോജിച്ചു പോവാൻ സാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബന്ധികളെ മുഴുവൻ മോചിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തൽ ധാരണ ഉണ്ടാകൂ എന്നുള്ളൊരു നിലപാടിലേക്ക് കടക്കുകയാണോ? തീർച്ചയായും ദേവിക, 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ഒരു നിലപാട് ട്രംപ് തന്നെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഈ കാര്യം അംഗീകരിക്കുകയും സ്വാഭാവികമായും ഹമാസും ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തത്. അന്ന് തന്നെ ഹമാസിന്റെ നിലപാട് 10 ബന്ദികളെ, അതായത് ഇപ്പോൾ നിലവിൽ 49 ബന്ദികളാണ് ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ 49 പേരിൽ 25 പേർ മാത്രം ജീവിച്ചിരിക്കുന്നുവെന്നും ബാക്കിയുള്ളവരെല്ലാം തന്നെ മരിച്ചിരിക്കാമെന്ന ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് സ്ഥിരീകരണമാണ് ഇനി വരേണ്ടതുള്ളത്. പക്ഷേ ഹമാസിന്റെ നിലപാട് എന്ന് പറയുന്നത് 18 മരിച്ചവരുടെ മൃതദേഹങ്ങളും അതുപോലെ തന്നെ 10 ബന്ദികളെ, ജീവനോടെയുള്ള ബന്ദികളെ 10 പേരെയും വിട്ടയക്കാമെന്ന നിലപാടാണ്. ഈ 60 ദിവസത്തെ വെടിനിർത്തലിൽ അത്തരത്തിലൊരു നിലപാട് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. ശാശ്വതമായ ഒരു വെടിനിർത്തലിനെ തയ്യാറായാൽ മാത്രമേ തങ്ങൾ മുഴുവൻ ബന്ദികളുടെയും മോചനം ഉറപ്പാക്കുകയുള്ളൂ. അക്കാര്യം അമേരിക്ക തന്നെ ഉറപ്പു നൽകണമെന്നൊരു നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോപ്പ് ലിയോയുമായി ബെഞ്ചമിൻ നെതന്യാഹു ടെലിഫോണിൽ സംസാരിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ടെലിഫോൺ സംഭാഷണത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നതിൽ നിന്നാണ് ഇപ്പോൾ ഹമാസിന്റെ സഹകരണം അല്ലെങ്കിൽ നിസ്സഹകരണം വളരെ കൃത്യമായി ഉണ്ട് എന്ന അറിയിപ്പ് തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും ഒരു സമാധാന ദൂതൻ എന്ന നിലയിൽ ഇടപെടുന്ന പോപ്പിനോട് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഗൗരവതരമായ ഒരു വിഷയമായി തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഹമാസിന്റെ ഇടപെടൽ പൂർണ്ണമായും ഒരു ശാശ്വത സമാധാനം മേഖലയിൽ ഉറപ്പാക്കുന്നതിനെ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. സ്വാഭാവികമായും യമനിലും അതുപോലെ തന്നെ അനുബന്ധ കേന്ദ്രങ്ങളിലും ഇത് ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ആക്രമണ സ്വഭാവത്തോടെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അത്തരത്തിൽ സങ്കീർണമായ വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഒരു സാഹചര്യമാണ് ഈ പശ്ചിമേഷ്യയിലെ ആ ഒരു സംഘർഷം നിലനിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്. ഈ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ വേണമെന്ന് പോപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ നേരത്തെ വ്യക്തമാക്കിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പോപ്പുമായി ഇദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ ഹമാസിന്റെ പ്രതിനിധി, ഇപ്പോൾ നമ്മൾ കേട്ട അബൂ ഉബൈദയുടെ എല്ലാം തന്നെ വാക്കുകളിൽ പൂർണ്ണമായും വെടിനിർത്തൽ സാധ്യമായാൽ മാത്രം ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാം, അതുവരെ ഒരു വിലപേശൽ തന്ത്രം തന്നെ തുടരുമെന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് വെടിനിർത്തലിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ നിലപാട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന വിഷയം ഇസ്രായേൽ ഈ മേഖലയിലെ ശാശ്വത സമാധാനം ഉറപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള നിലപാടുകളുടെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് ബന്ദികളുടെ മോചനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയും ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്നതാണ്. ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുന്നതിനെ വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പാക്കണമെന്നതിനോട് ഇസ്രായേലും ഇതുവരെ യോജിച്ചിട്ടില്ല. ദേവിക. ശരി.
മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരിന്റെ പേര് പുനർനാമകരണം ചെയ്തു. ഇനി ഈശ്വർപൂർ എന്നറിയപ്പെടും. നിയമസഭാ സമ്മേളനത്തിലാണ് പേര് മാറ്റിയത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മഹാരാഷ്ട്രയിലെ ഒരു സുപ്രധാനമായ തീരുമാനമാണ് മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇസ്ലാംപൂർ എന്നറിയപ്പെടുന്ന ഒരു നഗരം, അതിനെ ഇപ്പോൾ പേര് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. ഈശ്വർപൂർ എന്ന പേരിലേക്ക് അത് മാറ്റാൻ മഹാരാഷ്ട്ര മന്ത്രിസഭ തീരുമാനിച്ചു. അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മതങ്ങളുടെ പേരിലോ മറ്റോ സ്ഥലങ്ങൾ അറിയപ്പെടേണ്ടതില്ലെന്നും ആക്രമണകാരികളായ വ്യക്തികളുടെ പേരിൽ സ്ഥലങ്ങൾ അറിയപ്പെടേണ്ടതില്ലെന്നും നേരത്തെ തന്നെ മഹാരാഷ്ട്രയിലെ BJP സർക്കാർ തീരുമാനിച്ചിരുന്നു. ഔറംഗാബാദിൻ്റെയൊക്കെ പേര് സംഭാജി നഗർ എന്ന് മാറ്റിക്കൊണ്ട് പ്രഖ്യാപനമടക്കം നേരത്തെ വന്നത് നമ്മൾ കണ്ടതുമാണ്. അതിൻ്റെ ഭാഗമായാണ് മതപരമായ പേരുകൾ, അതോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണകാരികളുടെ പേരുകൾ അതൊക്കെ മാറ്റാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ പേരുമാറ്റൽ. പകരം ദേശീയ ബിംബങ്ങളുടെയും ദേശീയ പുരുഷന്മാരുടെയും പേരുകൾ നൽകാനാണ് മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ശരി ശ്രീകാന്ത്, തുടരുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. ജയ്ഷെ മുഹമ്മദ് സ്ഥാപകനും കൊടും ഭീകരനുമായ മസൂദ് അസർ മുങ്ങിയതായി സൂചന. ബഹാവൽപൂർ ശക്തി കേന്ദ്രത്തിൽ നിന്നും 1000 കിലോമീറ്ററിലധികം അകലെയുള്ള സ്ഥലത്തേക്കാണ് പോയത്. ഭാരതം പതിക്കുമെന്ന ഭയത്തിലാണ് മസൂദ് അസർ മുങ്ങിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹാവൽപൂരിൽ നടത്തിയ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ജയ്ഷെ മുഹമ്മദ് സ്ഥാപനം കൊടും ഭീകരനുമായ മസൂദ് അസർ എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യത്തിൽ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഈ മസൂദ് അസറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏത് നിമിഷവും വധിക്കും എന്നുള്ള ഭയം അയാളെ വേട്ടയാടുന്നുണ്ട്. കാരണം പാക് അധീന കശ്മീരിലെ ബഹാവൽപൂർ അവരുടെ ശക്തി ദുർഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വെച്ചാണ് അയാൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. ഇന്ത്യയിലേക്ക് കടന്നു കയറി അയാൾ പഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്ത്യ തിരിച്ചു നടത്തിയ ആക്രമണത്തിൽ അയാളുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 11 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. ഇതിന് പിന്നാലെ POKയിലെ ബഹാവൽപൂർ ഇനി സുരക്ഷിതമല്ല എന്ന് മസൂദ് അസറിന് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ അവിടെ നിന്നും ഏതാണ്ട് 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്ത് ഇയാൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ മസൂദ് അസറിൻ്റെ അനുയായികൾ അദ്ദേഹം POKയിൽ തന്നെയുണ്ട്, ബഹാവൽപൂരിൽ തന്നെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചില പഴയ പ്രസംഗങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇന്ത്യ അത് മൈൻഡ് ചെയ്തിരുന്നില്ല. ഇപ്പോഴിതാ ഇന്ത്യയുടെ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അയാൾ ബഹാവൽപൂരിൽ നിന്നും 1000 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് അയാളുണ്ട്. ഇന്ത്യ വധിക്കുമെന്ന ഭയത്താലാണ് അയാൾ ഒളിച്ചോടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട മസൂദ് അസർ POKയിൽ ബഹാവൽപൂരിൽ തുടരാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി, എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നു. ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ 6 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. ഇന്നലെ ഉച്ചയോടെയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയായ അബൂജ് മതിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ 6 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ മാവോയിസ്റ്റുകൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സമാധാൻ എന്ന ആ ഒരു പദ്ധതി, അത് മാവോയിസ്റ്റിനുണ്ട എന്ന പദ്ധതിയാണത്. ആ പദ്ധതി ഈ മാവോയിസ്റ്റുകളുടെ ഭയം ഇരട്ടിപ്പിക്കുന്നത് കൂടിയാണ്. അവർക്കൊരു സമാധാനവും ഇല്ലാതായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ 6 പേരാണ് വധിക്കപ്പെട്ടത്. നമ്മുടെ കേന്ദ്രസേനയും സംസ്ഥാന പോലീസും സംയുക്തമായാണ് ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്. മാവോയിസ്റ്റ് സ്വാധീന മേഖലയിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണത്തിൽ 6 മാവോയിസ്റ്റുകൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നത് അബുജ്മദ് മേഖലയിലാണ്. ഈ അബുജ്മദ് മേഖല എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്വാധീന മേഖലയാണ്. ഇവർ കുറേ കാലങ്ങളായി കൈവശം വെച്ച് അവരുടേതായ ഒരു ടെറിട്ടറിയാക്കി കൈവശം വെച്ചിരുന്ന സ്ഥലമാണ്. ഓപ്പറേഷൻ സമാധാൻ വന്നതോടെ പരിപൂർണമായും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മാവോയിസ്റ്റുകൾ. 6 പേരാണ് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് വധിക്കപ്പെട്ടത്. ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. ശരി, സൈനികർക്ക് കരുത്തേകാൻ ഷെയർ എത്തുന്നു. 100% തദ്ദേശീയമായി നിർമ്മിച്ച AK-203 റൈഫിൾ ഈ വർഷം അവസാനത്തോടെ സേനയുടെ ഭാഗമാകും. കരാർ പ്രകാരമുള്ള സമയത്തിന് 22 മാസം മുൻപേ 6.01 ലക്ഷം റൈഫിലുകൾ നൽകുമെന്ന് IRCPL CEO അറിയിച്ചു.
ഭാരതവും റഷ്യയും സംയുക്തമായാണ് ഉത്തർപ്രദേശിലെ കോർവയിലെ ഫാക്ടറിയിൽ ഷെയർ എന്ന് പേരിട്ടിരിക്കുന്ന റൈഫിളുകൾ നിർമ്മിക്കുന്നത്. 2032 ഒക്ടോബറോടെ സായുധ സേനയ്ക്ക് 6,01,427 റൈഫിളുകൾ വിതരണം ചെയ്യുന്നതിനായി 5,200 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചിരുന്നു. എന്നാൽ 2030 ഡിസംബറോടെ വിതരണം പൂർത്തിയാക്കാൻ പദ്ധതിയിടുന്നതായി IRCPL CEO മേജർ ജനറൽ SK ശർമ്മ പറഞ്ഞു. We named this rifle Sher primarily because of two reasons. One is that once we are indigenizing, it is very prudent that we give some kind of an Indian nice name to it. And what better than Sher, which is known for its might and speed. And second thing is, if you read the quote that we have, Ek Rifle, Shresth Rifle, which is our motto. So Shresth Rifle acronyms itself as Sher. So these are two reasons why this product has been named as AK-203 made in India, Sher. ഈ വർഷം ഡിസംബർ അവസാനത്തോടെ 100% തദ്ദേശീയവൽക്കരണം കൈവരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 2030ഓടെ 6 ലക്ഷത്തിലേറെ റൈഫിളുകൾ കൈമാറും. ഇതുവരെ ഏകദേശം 48,000 റൈഫിളുകൾ എത്തിച്ചെന്നും വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ 7,000 റൈഫിളുകൾ കൂടി കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 50% തദ്ദേശീയവൽക്കരണം നടപ്പാക്കി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. भारतीय सेना का ऑर्डर हमारे पास 6 लाख से ज्यादा राइफलों का है. हम 48,000 दे चुके हैं उनको. इस साल के अंत तक हम टोटल 70,000 डिलीवर कर चुके होंगे. डिलीवरी अभी स्लो इसलिए है क्योंकि हम इंडिजिनाइज कर रहे हैं राइफल को और अभी हम 50% इंडिजिनाइजेशन पे हैं, जो कि बढ़ के 100% हो जाएगी इस साल के अंत तक. റഷ്യൻ സാങ്കേതിക വിദ്യ കൈമാറിയെന്നും വൈകാതെ സമ്പൂർണ്ണമായി തദ്ദേശീയ നിർമ്മാണം ആരംഭിക്കുമെന്നും IRCPL അറിയിച്ചിട്ടുണ്ട്. 2026 മുതൽ ഫാക്ടറിയിൽ പ്രതിമാസം 12,000 റൈഫിളുകൾ ഉൽപ്പാദിപ്പിക്കും. അതിനാൽ സമയപരിധിക്കുള്ളിൽ തന്നെ ഇവ സേനയ്ക്ക് ലഭ്യമാക്കാനാകും. 15,000 റൗണ്ട് വെടിയുതിർക്കാൻ AK-203 റൈഫിളുകൾക്കാകും. ഇൻസാസിന് പകരക്കാരനായാണ് ഈ റൈഫിളുകൾ എത്തുന്നത്. വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് കരുത്തേകും. മേജർ ജനറൽ ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ ഒരു സംഘമാണ് IRCPL കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി ആചരിച്ച് പ്രവാസികളും ദുബായിലെ വിവിധ ഹൈന്ദവ ഗ്രഹങ്ങളിൽ മാറി മാറിയാണ് രാമായണ പാരായണവും കഥ പറച്ചിലുമെല്ലാം നടക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും പാരായണം നടത്തുന്നത്. രാമായണ ശീലുകളാൽ മുഖരിതമാണ് പ്രവാസ ലോകവും. ഇടമുറിയാതെ പെയ്യുന്ന മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ്. ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമജപങ്ങളുടെ നാളുകളാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത്. നാട്ടിലേക്കാളും കൂടുതലായിട്ട് വായന ഇവിടെയാണ് സത്യത്തിൽ നടക്കുന്നത്. നാട്ടിലും നമ്മൾ പിന്നെ ചെറുപ്പം മുതലേ രാമായണം അധ്യാത്മ രാമായണം വെച്ച് വായിക്കാറുണ്ട് കർക്കിടകം വരുമ്പോൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊരു കൂട്ടായ്മയായിട്ട് നമ്മളെല്ലാവരും കൂടി നാട്ടിലേക്കാളും കൂടുതൽ ഇവിടെയാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണ പാരായണം ചെയ്യുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത്. ഇവിടെ എത്തിയിട്ട് രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങിയവരും ധാരാളമുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു 20 കൊല്ലത്തോളമായി. ഇപ്പോൾ ഓരോ കൊല്ലവും നന്നായി വരികയാണ്. അപ്പോൾ നമ്മൾക്കതിൻ്റെ ഞങ്ങൾ ഈ രാമായണ മാസം ഞങ്ങൾ രാമൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ UAE-യിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. നാട്ടിലേക്കാൾ ഭക്തിസാന്ദ്രമായാണ് പ്രവാസ ലോകത്തെ രാമായണ മാസാചരണം. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ജീവിതം വീൽ ചെയറിലായവർക്ക് പുറം ലോകം എന്നത് പലപ്പോഴും സ്വപ്നമാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുകയാണ് IIT മദ്രാസ്. രാജ്യത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ വീൽ ചെയർ YD1 പുറത്തിറക്കി.
8.5 കിലോഗ്രാം മാത്രമാണ് YD1ന്റെ ഭാരം. ഉപയോക്താവിന്റെ ശരീരം, ഘടന, മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി വീൽചെയർ ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ വരെ എളുപ്പത്തിൽ കയറ്റാനും ഇറക്കാനും സാധിക്കും. നിലവിൽ ഉപയോഗത്തിലുള്ള വീൽചെയറുകൾക്ക് 25 കിലോ വരെ ഭാരമുണ്ട്. കാർബൺ ഫൈബറും അലുമിനിയവും കൂട്ടിച്ചേർത്താണ് ഈ ലൈറ്റ് വെയ്റ്റ് വീൽചെയറിന്റെ നിർമ്മാണമെന്ന് IIT മദ്രാസ് ഡയറക്ടർ V. കാമകോടി പറഞ്ഞു. So innovation is about a lightweight chair today, lightweight wheelchair. That's taken from 17 kgs to 8.5 kgs, 50% weight reduction we have brought. And we have also got significantly good number of research scholars plus multiple disciplines, interdisciplinary work that has happened across mechanical, metallurgy, etc. We have used a very interesting composite of carbon fiber plus aluminium together to reduce this weight. So a lot of work has gone, a lot of mathematics has gone into place, a lot of modeling has gone, and today we are very happy that this product is certified by ISO plus it has gone through all the stress tests. It will be available in the market from tomorrow. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഉത്പന്നം ഉടൻ വിപണിയിലെത്തിക്കുമെന്നും IIT അധികൃതർ അറിയിച്ചു. ഇറക്കുമതി ചെയ്യുമ്പോൾ 2.5 ലക്ഷത്തോളം രൂപയാണ് ചെലവ്. എന്നാൽ തദ്ദേശീയമായി നിർമ്മിക്കുമ്പോൾ 74,700 രൂപ മാത്രമാണ് ചെലവാകുന്നത്. YD1 വിപണിയിലെത്തിക്കുന്നതിനായി ഗവേഷണ സംഘം IITയിൽ ഇൻക്യുബേറ്റ് ചെയ്ത സ്റ്റാർട്ടപ്പായ ത്രൈവ് മൊബിലിറ്റിയുമായി പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. ആഗോള നിലവാരത്തിൽ വീൽചെയറുകൾ പ്രാദേശികമായി നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ത്രൈവ് മൊബിലിറ്റി. സയൻസ് ഡെസ്ക്, ജനം. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം നടക്കും. വിദേശത്തായിരുന്ന മിഥുന്റെ അമ്മ സുജ ഇന്ന് നാട്ടിലെത്തും. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെ 10 മണിയോടെ സ്കൂളിൽ എത്തിക്കുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. 12 മണിവരെ പൊതുദർശനം ഉണ്ടാകും. വൈകിട്ട് വിളന്തറയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. അതേസമയം സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറങ്ങിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നിഷ ദിലീപ്, സ്കൂളിന് മുന്നിൽ നിന്ന് M. മനോജ്, താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രജിത്ത് മോഹനൻ, വീടിന് മുന്നിൽ നിന്നും സുധീഷ് ഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം മനോജിലേക്ക് എത്തുന്നു. മനോജ്, ഇപ്പോൾ സ്കൂളിൽ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 12 മണിവരെ ആയിരിക്കും സ്കൂളിൽ പൊതുദർശനം നടക്കുക. 9 മണിയോടുകൂടി ബന്ധുക്കൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തി മിഥുന്റെ മൃതദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 10 മണിക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുക. ഈ സ്കൂളിൽ മുന്നിൽ ഒരുക്കിയിട്ടുള്ള ഈ പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്ഥലത്ത് വെച്ചായിരിക്കും ഈ പൊതുദർശനം നടക്കുക. ഇവിടേക്ക് മിഥുൻ്റെ സഹപാഠികളും അധ്യാപകരും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരുമൊക്കെ ആയി നിരവധി പേർ എത്തും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ സഹപാഠിയുടെ ചേതനയേറ്റ ശരീരം കാണാൻ കണ്ണീരോടെ ഇവിടെ കുട്ടികൾ എത്തുമ്പോൾ നമുക്കറിയാം ആ ഒരു അപകടം നടക്കുമ്പോൾ തന്നെ ഈ സമയത്ത് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ അതിൽ വലിയ തരത്തിലൊരു ഷോക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ അപകടം നേരിട്ട് കാണുകയാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുവാനുള്ള സൗകര്യമടക്കം ചെയ്യുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു. മറ്റ് നടപടികളിലേക്ക് കൂടെ നീങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അധ്യാപകരുടെയും ഈ വിദ്യാർത്ഥികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസവും ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടർന്നിരുന്നു. ഇന്നെന്തായാലും സംസ്കാര ചടങ്ങുകൾക്കായിരിക്കും അതിൻ്റെയൊക്കെ തിരക്കുകളിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ. കാരണം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും ഈ സ്കൂളിൽ വെച്ചിട്ടാണ് കുട്ടിക്ക് അപകടമുണ്ടാകുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി അതിൽ കൃത്യമായും വിലയിരുത്തൽ നടത്തിയതാണ്, പരിശോധന നടത്തിയതാണ്. ഈ ഒരു അനധികൃതമായിട്ട് നിർമ്മിച്ച, അതായത് അനുമതി തേടാതെ നിർമ്മിച്ച ഷെഡ്, അതിന് മുകളിലൂടെ പോകുന്ന വൈദ്യുത ലൈൻ, ഇതെല്ലാം തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇത് കിടന്നിരുന്നതെന്നുള്ളത്. എന്തായാലും ഇന്ന് നടക്കാനിരിക്കുന്നത് ഈ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഉച്ചവരെ ഇവിടെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാകും ഈ വിളന്തറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. വൈകുന്നേരം 5 മണിയോടെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ മിഥുൻ്റെ അമ്മ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ്
അറിയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് എത്തും. അതിനുശേഷമാകും മറ്റ് ചടങ്ങുകളെല്ലാം നടക്കുക. ഈ അമ്മയെ ആദ്യഘട്ടത്തിലൊന്നും ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു. വിദേശത്തായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ബന്ധുക്കൾ 9 മണിക്ക് ശേഷമായിരിക്കും വീട്ടിൽ നിന്ന് പുറപ്പെടുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. 9 മണിക്ക് ശേഷം താലൂക്ക് ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മിഥുന്റെ മൃതദേഹം അവർ ഏറ്റുവാങ്ങുമെന്ന് തന്നെയാണോ ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്? ദേവിക, അങ്ങനെ തന്നെയാണ്. കാരണം ബന്ധുക്കൾ എത്തിയാൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകുകയുള്ളൂ. അപ്പോൾ രാവിലെ 9 മണിയോടെ അവിടെ നിന്നും ബന്ധുക്കൾ ഇറങ്ങുമെന്നുള്ളതാണ് അറിയുന്നത്. 10 മണിയോടെ മൃതദേഹം ആശുപത്രിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 10 മണിക്ക് മുൻപ് തന്നെ മൃതദേഹം വിട്ടുകൊടുക്കും. എന്തായാലും ഈ സ്കൂളും ആശുപത്രിയും തമ്മിൽ ഒരു 5-6 കിലോമീറ്ററിന് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മൃതദേഹവുമായി ആംബുലൻസിന് ആശുപത്രിയിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് എത്താൻ കഴിയും. പിന്നീട് 10 മണി മുതൽ 12 മണി വരെയാണ് അവിടെ പൊതുദർശനം നടക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. നേരത്തെ ലഭിച്ച വിവരമനുസരിച്ച് 8:50 ഈ അമ്മയുടെ ഫ്ലൈറ്റ് അത് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നത്. പിന്നീട് പോലീസ് എസ്കോർട്ടോടെ കൊല്ലത്തേക്ക് വരുമെന്നുള്ളതാണ് അവസാനവും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നത് മാത്രമാണ് നിലവിൽ ആശുപത്രിയിൽ ബാക്കിയുള്ള ക്രമീകരണങ്ങൾ. 9 മണിയോടെ ബന്ധുക്കൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നീട് ഇവിടെ വരുന്നു. അതിൻ്റെ സാധാരണഗതിയിലുള്ള ചില സമ്മതപത്രങ്ങളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. ആ പത്രങ്ങളിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് മൃതദേഹം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിശോധനകളും പോസ്റ്റ്മോർട്ടം നടപടികളടക്കമുള്ള കാര്യങ്ങളുമൊക്കെ പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളില്ല. ഈ സാധാരണഗതിയിൽ ഒരു ഫോം ഒപ്പിട്ട് നൽകണം. ആ ഫോം ഒപ്പിട്ട് നൽകി ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയത്തിലേക്ക്. കൊടുത്തു മാനേജർക്ക് നോട്ടീസ് കൊടുത്തു. അല്ല, നമ്മളിന്നലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത യോഗ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ HMനെ സസ്പെൻഡ് ചെയ്തു. മാനേജർക്ക് നോട്ടീസ് ഇന്നോടുകൂടി കിട്ടിക്കാണും. മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കുട്ടിയുടെ ചടങ്ങുകൾ കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. ഞാൻ ഇന്ന് പോകുന്നില്ല. ഇന്നലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും AEO DOമാരുടെ ഉള്ള യോഗം ചേർന്നു. എവിടെയെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത നിലയിലുള്ള അപകടസൂചകമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിപൂർണമായി ഞങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് വലിയ ശ്രദ്ധ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇതിവിടെ സംഭവിച്ചതിൽ നിന്ന് നമുക്കെല്ലാം ദുഃഖമാണ്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവനും ഗവൺമെൻറ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അധികാരങ്ങളും മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യമില്ല. ചില കോണുകളിൽ നിന്ന് പറയുന്നു മാനേജ്മെൻറ്റിനെ വിട്ടുവീഴ്ച ചെയ്യാൻ മാനേജ്മെൻറ്റിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ ഉള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. കുറ്റം ചെയ്തവരാരായിരുന്നാലും മുഖം നോക്കാതെ കർശന നടപടി ഈ ഗവൺമെൻറ് എടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ്. ഇല്ലില്ല, ഇതിപ്പോൾ 14,000-ഓളം വരുന്ന കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണല്ലോ കൊടുക്കേണ്ടത്. അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ചില സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത് ഈ പുതിയ കെട്ടിടത്തിൻ്റെ ചെറിയൊരു പൊക്കത്തിൻ്റെയൊക്കെ കാര്യത്തിലുള്ള ചില സംശയങ്ങളായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെറിയൊരു കാര്യമില്ലല്ലോ. 14,000 സ്കൂളും ഇത്രയും ദൂരമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഇപ്പോൾ തന്നെ മരം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒടിഞ്ഞു വീഴില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ വീഴും, അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നമ്മൾ പറയുന്ന പോലെ അത്ര ലളിതമല്ല. ഞങ്ങൾ കഴിഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലുള്ള പോയിന്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങളൊന്നും മറ്റു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടാവാത്തത്.
ഇതിപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി. ഇത് നമുക്കിനി നമ്മൾ ആ മാന തിരിച്ചു കിട്ടിയില്ല. അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പൂർണ്ണമായി ആ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ല. ഉദാഹരണം, മരണ വീട്ടിൽ ചെന്ന് പോകുന്ന ജനനേതാക്കളെ, മന്ത്രിമാരെ റോഡിൽ കരിങ്കൊടി കാണിച്ച് തടയുക, വണ്ടിയുടെ മുന്നിൽ ആത്മഹത്യാ സ്ക്വാഡ് പോലെ എടുത്തിയാടുക, ഇത് നമ്മൾ നല്ല രീതിയല്ല. എല്ലാ UDF-ൽപ്പെട്ടവർക്കും LDF-ൽപ്പെട്ടവർക്കും BJP-യിൽപ്പെട്ടവർക്കും ജനനേതാക്കൾക്കും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഈ ദുരന്തമുണ്ടായ വീടുകളിൽ പോകേണ്ട ഉള്ള കാര്യമുണ്ട്. അപ്പോൾ ആ ദുരന്തമുള്ള വീടുകളിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാനും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ പറയുന്നതിന് വേണ്ടി പോകുമ്പോൾ റോഡിൽ നിന്ന് ഒരു പുതിയൊരു അപകടം കൂടെ ഉണ്ടാകുന്ന രൂപത്തിൽ പിന്നെ കാറിന് മുന്നിൽ എടുത്ത് ചാടുക, കരിങ്കൊടി കാണിക്കുക, അത് ഒരു ഗുണകരമായ കാര്യമല്ല. അപ്പോൾ അത് ഇപ്പോൾ അവരാരും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഈ കരിങ്കൊടി കാണിക്കാനും തടയാനും വന്നവരാരും ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ KSTA അധ്യാപക സഹകരണ 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് 5 ലക്ഷം രൂപ കൈമാറി കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഏതാണ്ട് ഒരു 20 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കെട്ടിടം വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു അത്യാവശ്യ പോക്കറ്റ് മണി എന്നുള്ള നിലയിൽ ഉടനെ തന്നെ ഒരു 3 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുകയാണ് ആ കുട്ടിയുടെ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി. ഇത് കൂടാതെ അവൻ്റെ പിന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത്തരം തീരുമാനങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ ഏത് കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്? 48 മണിക്കൂറിനുള്ളിൽ അന്വേഷണം നടത്തി ഉണ്ടായ കാര്യങ്ങളുടെ മേൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഏത് കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്? ഒരു കാലഘട്ടത്തിലും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലുള്ള നേതാക്കന്മാർ ചെല്ലുമ്പോൾ ഒളിച്ചിരുന്ന് ചാടിയിരുന്ന് കരിങ്കൊടി, എന്തിനാണ് കരിങ്കൊടി ഞങ്ങൾക്കെതിരെ കാണിക്കുന്നത്? ഇത്രയും ദിവസമായല്ലോ. ഈ കരിങ്കൊടി കാണിക്കുന്നവർ 1 രൂപ സഹായിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കരിങ്കൊടി കാണിക്കലാണോ സഹായം എന്ന് പറയുന്നത്? അവിടെ വരുന്ന നേതാക്കന്മാരെ തിരിച്ച് അവിടെ ലാത്തി ചാർജ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യ ദിവസം ഞാൻ പോകാത്തത് ഒരു സംഘർഷം ഞാനായിട്ട് ഉണ്ടാക്കേണ്ടത് ഉദ്ദേശിച്ചാണ് പോകാത്തത്. സംഘർഷം ഉണ്ടാക്കേണ്ടതെന്ന് ഉദ്ദേശിച്ചാണ് പോകാത്തത്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പിന്നെ CPM-ൻ്റെ സ്വാധീനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്തും CPM-ൻ്റെ നേതാക്കന്മാർക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതൊന്നും ആരും ചെറുക്കാനും പോകുന്നില്ല, ആരും തടുക്കാനും പോകില്ല. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ 8:55 മിഥുന്റെ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഇപ്പോൾ സുജ 8:55 അവിടെ എത്തുമെന്ന് പറയുന്നു. സുജയുടെ ബന്ധുക്കൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മിഥുന്റെ സഹോദരൻ സുജിനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ? ദേവിക, 8:55 കുവൈറ്റ് എയർവേസിലാണ് മിഥുൻ്റെ അമ്മ സുജ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്നത്. 9 മണിയോടുകൂടി സുജ പുറത്തേക്ക് ഇറങ്ങി വരും. സുജയുടെ ബന്ധുക്കളുണ്ട്, മിഥുൻ്റെ സഹോദരൻ, ഇളയ മകൻ സുജിൻ ഉണ്ട്. അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല സുജയുടെ സഹോദരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അവിടുത്തെ ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ സുജയെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. പോലീസ് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എസ്കോർട്ട് അടക്കമായിരിക്കും ഇവർ കൊല്ലത്തേക്ക് പോവുക. ചേച്ചി, എത്ര മണിയാകുമ്പോൾ എത്തുന്ന? 9 മണി. 9 മണിക്ക് 9:04 എത്തുന്നു. ആരൊക്കെ വന്നിട്ടുണ്ട്? ഞങ്ങൾ പിന്നെ കുട്ടിയുടെ അമ്മയുടെ ജ്യേഷ്ഠത്തി, പിന്നെ തൊട്ട് അയൽക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. എത്ര നാളായി കുവൈറ്റിലേക്ക് പോയിട്ട്? 7 മാസം. നാട്ടിലായിരുന്ന സമയത്ത് എന്തായിരുന്നു ജോലി? നാട്ടിലായിരുന്ന സമയത്ത് തൊഴിലുറപ്പിന് പോകുമായിരുന്നു. നാട്ടിലായിരുന്ന സമയത്ത് സുജ തൊഴിലുറപ്പ് ജോലികൾക്കൊക്കെ ആയിരുന്നു പോയിരുന്നത്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെയാണ് ആ അമ്മ 7 മാസം മുമ്പ് കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റിൽ ഒരു വീട്ടുജോലിക്കായാണ് ഇവർ പോയത്. ഈ തൊഴിലുടമയ്ക്കൊപ്പമാണ് സുജ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുന്നത്. തൊഴിലുടമ തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി. തിരുവനന്തപുരത്ത്
വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ ഈ കൊച്ചിയിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂറോളം സമയം വേണം തേവലക്കരയിലെ വീട്ടിലെത്താൻ. തേവലക്കരയിൽ എത്തിയതിനു ശേഷം ഏതാണ്ട് സുജ തേവലക്കരയിൽ ഇവിടെ 9 മണിക്ക് എത്തിയാൽ ഒരു 12 മണിയോടുകൂടി ആയിരിക്കും അവിടെ വീട്ടിലേക്ക് എത്തുക. അതിനുശേഷം ഈ മിഥുൻ്റെ സംസ്കാരമൊക്കെ നടക്കുക 5 മണിയോടുകൂടി ആയിരിക്കും. എന്തായാലും സുജയെ കൊണ്ടുപോകാനായി ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സുജ ഈ എയർപോർട്ടിന് പുറത്തേക്ക് വരും. നമുക്കറിയാം വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലേക്കാണ് ആ അമ്മ കടന്നു ചെല്ലുന്നത്. എങ്ങനെ അവർ അതിനെ അഭിമുഖീകരിക്കും എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ അത്രത്തോളം അതിവൈകാരികമായ ഒരു സാഹചര്യം. സ്വന്തം മകനെ അച്ഛനെ ഏൽപ്പിച്ച് ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ഈ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ പോയ ഒരമ്മയാണ് മകൻ്റെ ചേതനയേറ്റ ശരീരം കാണാനായി ഈ അല്പസമയത്തിനകം തന്നെ എത്തുന്നത്. എത്രത്തോളം സങ്കടം നിറഞ്ഞ ഒരു കാഴ്ച, നമുക്കത് പറയാൻ പോലും കഴിയില്ല. ആ ഒരു നിമിഷത്തിലേക്കാണ് അവരിപ്പോൾ വന്നിറങ്ങാൻ പോകുന്നത്. ഇളയ മകനായ സുജിൻ ഒപ്പമുണ്ട്. മിഥുൻ്റെ സഹോദരൻ 6ാം ക്ലാസ്സുകാരനാണ്. സുജിൻ ഇവിടെ വന്നിട്ടുണ്ട്. സുജയുടെ സഹോദരങ്ങൾ അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനായി അവരിവിടെ എത്തിയിരിക്കുകയാണ്. മിഥുൻ മരിച്ച് അന്ന് രാത്രിയാണ് സുജയെ ഈ വിവരം പോലും ബന്ധുക്കൾക്ക് അറിയിക്കാൻ കഴിഞ്ഞത്. വീഡിയോ കോളിലൂടെ ബന്ധുക്കളത് സുജയെ അറിയിക്കുകയായിരുന്നു. കൊല്ലത്ത് അവരുടെ വീടിന് സമീപത്തുള്ള ആളുകൾ, അയൽവാസികളുണ്ട്. അവിടുത്തെ ആശാപ്രവർത്തകയായ ഒരു സ്ത്രീയുണ്ട്. പിന്നെ സുജയുടെ സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ സുജ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. സുജയെ അവർ കൂട്ടിക്കൊണ്ടുപോകാനായി കാത്തിരിക്കുകയാണ്. എന്തായാലും സുരക്ഷിതമായ കരങ്ങളിൽ മകനെ ഏൽപ്പിച്ചിട്ട് പോയ ഒരമ്മ മകനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങി വരികയാണ്. അമ്മയെ കാത്ത് അവൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഉള്ളത്. എന്തായാലും 2 ദിവസം ആ മോർച്ചറിയുടെ തണുപ്പിൽ അവൻ ഉറങ്ങി, ബന്ധുക്കളില്ലാതെ. ഒപ്പം തന്നെ അവനെ കാണാതെ അവൻ്റെ ബന്ധുക്കളും ഇരുട്ടിൽ കഴിഞ്ഞ 2 ദിവസം. ആ ഒരു 2 ദിവസമാണ് കടന്നു പോകുന്നത്. അമ്മയ്ക്കായുള്ളൊരു കാത്തിരിപ്പാണ്. സുജ എന്ന് തിരികെ വരുമെന്ന് ആദ്യം ബന്ധുക്കൾക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. കാരണം ഈ കുവൈറ്റിൽ അവരുടെ തൊഴിലുടമയ്ക്കൊപ്പം തുർക്കിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നീട് തുർക്കിയിൽ വെച്ച് അവരെ ഈ വിവരം അറിയിച്ചു. പിന്നീട് കുവൈറ്റിലെത്തി. കുവൈറ്റിൽ നിന്നും തൊഴിലുടമ തന്നെ കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. തൊഴിലുടമയ്ക്കൊപ്പം തന്നെയാണ് സുജ ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുന്നത്. ഒപ്പം ഏൽപ്പിച്ചിട്ട് പോയ 2 മക്കളിൽ ഒരാളില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ആ അമ്മ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അവരുടെ ഇളയ മകൻ മിഥുൻ്റെ ഇളയ സഹോദരൻ സുജിൻ ഇവിടെ അമ്മയെ കാത്തു നിൽപ്പുണ്ട്. അമ്മ കുവൈറ്റിലേക്ക് പോകുമ്പോൾ ചേട്ടനും അവനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേട്ടനില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞ് അമ്മ വരാനായി കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും അതിവൈകാരികമായ ഒരു അങ്ങനെ തന്നെയാണ് നിഷ. വളരെയധികം സങ്കടകരമായ ദുഃഖകരമായ ചില കാഴ്ചകൾ തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. മിഥുൻ്റെ വീട്ടിൽ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഇപ്പോൾ 9 മണിയോടുകൂടി ബന്ധുക്കൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. 8:55 സുജ എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 9:04 ആയിരിക്കും സുജ വിമാനത്താവളത്തിൽ എത്തുക എന്നിപ്പോൾ അവിടെ നിന്നിരുന്ന സുജയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. 9 മണിയോടുകൂടി തന്നെ മിഥുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി വീട്ടിൽ നിന്ന് ബന്ധുക്കൾ താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെടും അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. 9 മണിയോടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെത്തി. അവിടെ നിന്നും 10 മണിയോടെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 12:30 വരെ പരമാവധി പൊതുദർശനം നീട്ടിക്കൊണ്ടു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നിന്നും അമ്മ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ മകൻ്റെ മിഥുൻ്റെ മൃതദേഹവും വീട്ടിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും എത്തുന്നവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം വീട്ടിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ വീടിന് പിൻഭാഗത്തുള്ള ആ സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉച്ചയോടുകൂടി ആരംഭിക്കുമെന്നതാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ ദയനീയമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കളിച്ചു വളർന്ന
മിഥുൻ. ആ മിഥുൻ്റെ സ്കൂളിലേക്ക് വ്യാഴാഴ്ച രാവിലെ പോയതാണ്. ട്യൂഷൻ സെൻറ്ററിൽ അച്ഛൻ കൊണ്ടാക്കുന്നു. അവിടെ നിന്നും സ്കൂളിലേക്ക് ബസ് കയറിപ്പോയി. അവിടെ സ്കൂൾ അധ്യയനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ മിഥുന് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. കടുത്ത അനാസ്ഥ സർക്കാർ സംവിധാനങ്ങളുടെയും അതോടൊപ്പം തന്നെ ആ സ്കൂൾ അധികൃതരുടെയും വലിയ അനാസ്ഥ തന്നെയാണ് മരണകാരണം. അത് ആവർത്തിച്ച് വ്യക്തമാകുന്ന നിരവധി കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെയും മറ്റും സംരക്ഷിക്കാനുള്ള നീക്കം സർക്കാർ സംവിധാനത്തിൽ നടക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും അപലപനീയമായി നിലനിൽക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇന്ന് ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിൻ്റെ ഈ സ്കൂളിലേക്ക് തന്നെ ആ മൃതദേഹം എത്തുമ്പോഴും അവിടെ കളിച്ചു പഠിച്ചു വളരേണ്ട ഒരു വിദ്യാർത്ഥി, അതും സൈനികനാകാൻ വളരെയധികം ആഗ്രഹിച്ചു, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ, ഈ രീതിയിലെല്ലാം ആൾക്കാരെ ആകർഷിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ഈ ചെറുപ്രായത്തിനുള്ളിൽ തന്നെ മിഥുൻ്റേത്. അത്തരത്തിലുള്ള 13 വയസ്സുകാരനാണ് സർക്കാർ അനാസ്ഥയിൽ ജീവൻ പൊലിയുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ദേവിക. ശരി സുധീഷ്. പൊതുപണിമുടക്ക് ദിവസം ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ്. ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തി ഇടത് അനുഭാവികളായ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസിന്റെ നീക്കം നടക്കുന്നുവെന്ന വാർത്ത ജനം പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. ജൂലൈ 9 നടന്ന പണിമുടക്കിനിടെ ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി ഇടതനുഭാവികളായ സമരാനുകൂലികൾ പോസ്റ്റൽ ജീവനക്കാരനായ വിഷ്ണു ചന്ദ്രനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. സംഭവത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് അനന്തു സുരേന്ദ്രൻ, രാഹുൽ രാജേന്ദ്രൻ, നിസാർ, ജിതിൻ ജോസഫ് എന്നിവരെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നുവെങ്കിലും പ്രതികളെ സംരക്ഷിക്കാനും കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ ഒരുക്കിയാണ് ചങ്ങനാശ്ശേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്. 296B 115(2), 3, 5 എന്നീ വകുപ്പുകൾ മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. അതായത് പൊതുസ്ഥലത്ത് അശ്ലീലം പറയൽ, സ്വമേധയാ മുറിവേൽപ്പിക്കൽ തുടങ്ങിയവ മാത്രം. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള ജാമ്യം ലഭിക്കാത്ത ഗുരുതര വകുപ്പുകൾ ചുമത്തേണ്ടിടത്തായിരുന്നു പോലീസിന്റെ ഈ ഒത്തുകളി. ഇത് സംബന്ധിച്ച വാർത്ത ജനം TV കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെ BNS 121 വകുപ്പ് കൂടി പോലീസ് കൂട്ടിച്ചേർത്തു. പൊതുപ്രവർത്തകനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ആക്രമിക്കുന്ന കുറ്റത്തിനാണ് ഈ വകുപ്പ്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. വിഷയത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നും അനിവാര്യമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി എഫ്ഐആർ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ DGPക്ക് പരാതിയും നൽകിയിരുന്നു. ജനം, കോട്ടയം. തിരുവനന്തപുരം തിരുമലയിലെ അനിക എന്ന 6 വയസ്സുകാരി ചില്ലറക്കാരിയല്ല. 36 മിനിറ്റ് തുടർച്ചയായി ഭരതനാട്യം കച്ചേരി അവതരിപ്പിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. അമ്മ ധനലക്ഷ്മിയാണ് 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനികയുടെ നൃത്താധ്യാപിക. മാൻപേട പോലുള്ള കണ്ണുകൾ ചലിപ്പിച്ച് നൃത്തം ചെയ്യുന്ന കുഞ്ഞനിക, ചിലങ്ക കിട്ടിയാടുന്ന കുഞ്ഞിക്കാലുകൾ, വാരിപ്പുണരാൻ തോന്നുന്ന ഓമനത്തം നിറഞ്ഞ പുഞ്ചിരി. കച്ചേരി വീടിന്റെ മട്ടുപ്പാവിൽ 36 മിനിറ്റും 9 സെക്കൻഡും തുടർച്ചയായി നൃത്തം അവതരിപ്പിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വഴുതയ്ക്കാട് കാർമൽ HSSലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കി. നൃത്താധ്യാപികയായ അമ്മ ധനലക്ഷ്മിയാണ് അനികയുടെ ഗുരു. അമ്മയോടൊപ്പം ചുവടുകൾ വയ്ക്കുമ്പോൾ അനികയുടെ സന്തോഷം ഇരട്ടിയാണ്. 2.5 വയസ്സ് മുതൽ തന്നെ അനിക നൃത്തത്തിനോട് അതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 3 വയസ്സ് മുതലേ മോള് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ 6 വയസ്സായി. എല്ലാ കുട്ടികളെ കണ്ടാണ് മോള് പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയത്. മോള് ആദ്യം വർണ്ണം 10 മിനിറ്റുള്ള ഡാൻസ് കളിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല 10 മിനിറ്റ് മോള് കളിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഡോക്ടേഴ്സിനെയൊക്കെ പഠിച്ച ജതിസ്വരം കളിക്കുന്നു, അലാരിപ്പ് കളിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഭരതനാട്യം കച്ചേരി പോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് നന്നായിട്ട് ചെയ്തു. പിന്നീടാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അങ്ങനെ അതിൽ അപ്ലൈ ചെയ്യായിരുന്നു. മോളുടെ കൂടെ ഇനി ഒരു പെർഫോമൻസ് ചെയ്യണമെന്നുണ്ട്.
ഡോക്ടറാകണമെന്നാണ് അനികയുടെ കുഞ്ഞു മനസ്സിലെ ആഗ്രഹം. അതോടൊപ്പം നൃത്തവും തുടരണമെന്ന അതിയായ മോഹവുമുണ്ട്. ഭരതനാട്യം മാത്രമല്ല, സിനിമാറ്റിക് ഡാൻസും അനികയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇതിനെല്ലാം കട്ട സപ്പോർട്ടായി അമ്മ ധനലക്ഷ്മിയും അച്ഛൻ മണികണ്ഠനും ഒപ്പമുണ്ട്. ജനം, തിരുവനന്തപുരം. ഷോർട്ട് ഫിലിം ചെയ്ത് ശ്രദ്ധേയരായി വയനാട് പുത്തുമലയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഷോർട്ട് ഫിലിം ചെയ്ത് ജില്ലാ പോലീസ് മേധാവിയുടെ അടക്കം പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുകയാണിവർ. ഷോർട്ട് ഫിലിമുകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. പുത്തുമലയിൽ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ദുരന്തം പെയ്തൊഴിഞ്ഞ പുത്തുമലയിലെ കുറച്ച് യുവാക്കളാണ് ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിം ചെയ്ത് ശ്രദ്ധേയരാകുന്നത്. സമൂഹത്തെ കാർന്നു നിന്നുന്ന ലഹരിയിൽ പുതിയ തലമുറ അടിമപ്പെടുന്ന യുവാക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇവരുടെ ഷോർട്ട് ഫിലിം ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടി. ജില്ലാ പോലീസ് മേധാവിയുടെ അംഗീകാരം ഉൾപ്പെടെ ഇവർക്ക് ലഭിച്ചു. ബിഗിനേഴ്സ് എന്ന കൂട്ടായ്മ രൂപീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. ഇതിലൂടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കുകയാണ് ഇവർ. ഇനിയും ഞങ്ങളുടെ ചുരുങ്ങിയ പരിമിതികളിൽ ഞങ്ങൾ വീഡിയോകളും മറ്റു കാര്യങ്ങളും ഈ കുട്ടികളെ അവരെ കാലാവധം കൊണ്ടുതന്നെ ഇതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഇനി ഫ്യൂച്ചറിൽ വലിയ കാര്യങ്ങൾ സമൂഹത്തിന് നൽകാവുന്ന വലിയ മെസ്സേജുകൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ രൂപത്തിൽ ഇറക്കുവാനും ഞങ്ങളുടെ എല്ലാ ടീമിനും ഞങ്ങളുടെ വിജയം ഈ നാട്ടുകാർക്കും സമർപ്പിക്കുന്നു. അതായത് അതിജീവനത്തിന് വേണ്ടി അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന പുത്തുമലക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു. ഇതിനോടൊപ്പം 4 ഷോർട്ട് ഫിലിമുകളാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നും ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ഈ യുവാക്കൾ. ജനം, വയനാട്. പാഴ്സൽ അയച്ച സാധനങ്ങൾ എത്താതിരുന്ന സംഭവത്തിൽ 35,000 രൂപ പിഴ ചുമത്തി ഉപഭോക്തൃ കോടതി. 45 ദിവസത്തിനകം തുക നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പാഴ്സൽ സാധനങ്ങൾ യഥാസമയം എത്തിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും പല സാധനങ്ങളും നഷ്ടമാവുകയും ചെയ്തുവെന്ന പരാതിയിലാണ് പാഴ്സൽ സർവീസ് ഏജൻസി നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നിർദ്ദേശം നൽകിയത്. ആലുവ അശോകപുരം സ്വദേശി കബീർ മാസ്കുകളും മറ്റും ഉൾപ്പെടുന്ന വസ്തുക്കൾ നോയിഡയിൽ നിന്ന് വാങ്ങുകയും കൊച്ചിയിലേക്ക് പാഴ്സൽ വഴി എത്തിക്കാൻ VRL ലോജിസ്റ്റിക് ഡൽഹി എന്ന പാഴ്സൽ സർവീസ് സ്ഥാപനത്തെ ഏർപ്പാട് ചെയ്യുകയുമായിരുന്നു. സാധനങ്ങൾ പലതും എത്തിച്ചെങ്കിലും 30 ബാഗുകൾ നഷ്ടപ്പെട്ടുവെന്ന് പരാതിക്കാരൻ പറയുന്നു. ഇതിനെ സംബന്ധിച്ച പരാതിയുമായി എതിർകക്ഷിയെ സമീപിച്ചെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉപഭോക്താവ് കോടതിയെ സമീപിച്ചത്. അയച്ച വസ്തുക്കൾ സുരക്ഷിതമായി എത്തിക്കാനുള്ള നിയമപരമായ ചുമതല എതിർകക്ഷിക്കുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. സാധുവായ യാതൊരു വിശദീകരണവും എതിർകക്ഷി കോടതിയിൽ ബോധിപ്പിച്ചുമില്ല. ഈ സാഹചര്യത്തിൽ അധാർമികമായ വ്യാപാര രീതി എതിർകക്ഷി അവലംബിച്ചുവെന്ന് ബെഞ്ച് വ്യക്തമാക്കുന്നു. 30,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവും 45 ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്നാണ് എതിർകക്ഷിക്ക് കോടതി ഉത്തരവ് നൽകിയിട്ടുള്ളത്. ജനം, കൊച്ചി. എറണാകുളം വടതലയിൽ ദമ്പതികളെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ ശേഷം അയൽവാസി ആത്മഹത്യ ചെയ്തു. വടതല സ്വദേശി ക്രിസ്റ്റഫർ, ഭാര്യ മേരി എന്നിവരെയാണ് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. ഇവരെ ആക്രമിച്ച വില്യംസ് എന്നയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വടതല ലൂർദ് ആശുപത്രിക്ക് സമീപത്താണ് സംഭവം. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പള്ളിപ്പെരുന്നാളിന് പോയി മടങ്ങുകയായിരുന്ന ദമ്പതിമാരെ സ്കൂട്ടർ തടഞ്ഞു നിർത്തിയാണ് വില്യം മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. വാഹനവും ഭൂരിഭാഗം കത്തിനശിച്ചു. 50% പൊള്ളലേറ്റ ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമാണ്. ക്രിസ്റ്റഫറിനെയും മേരിയെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MDMAയുമായി അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസിന് ഡാർക്ക് നെറ്റ് ലഹരി സംഘങ്ങളുമായി ബന്ധമെന്ന് സംശയം. ഏതെങ്കിലും ബ്രാൻഡ് നെയിമുകളിൽ ഡാർക്ക് നെറ്റിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യാൻ തൃക്കാക്കര പോലീസ് തിങ്കളാഴ്ച റിൻസിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. കെറ്റാമെലോൺ എന്ന ബ്രാൻഡിൽ ഡാർക്ക്നെറ്റിൽ മാരക ലഹരി വിൽപ്പന നടത്തിയിരുന്ന എഡിസൺ ബാബു NCBക്ക് നൽകിയ മൊഴിയിൽ ഡാർക്ക്നെറ്റ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന കൂടുതൽ ഗ്രൂപ്പുകളുണ്ടെന്ന മൊഴി നൽകിയിരുന്നു. എന്നാൽ മറ്റ് സംഘങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എഡിസൺ കൈമാറുകയും ചെയ്തിരുന്നില്ല. ഇതിൽ അന്വേഷണം തുടരുന്നതിനിടെയായിരുന്നു 20 ഗ്രാം MDMAയുമായി കാക്കനാട് പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് യൂട്യൂബർ റിൻസിയും സുഹൃത്ത് യാസർ അറാഫത്തും പിടിയിലായത്.
സിനിമാ മേഖലയിലുള്ളവർ നിരന്തരം ഇവിടെ വന്ന് പോയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലേക്കും അന്വേഷണം നീണ്ടിരുന്നു. ഇതിനിടെയാണ് ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ റിൻസി പങ്കാളിയായിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നത്. അതീവ രഹസ്യമായി റിൻസി നടത്തിയ ഇടപാടുകളിൽ കെറ്റാമലോൺ ലഹരി ഇടപാടിന് സമാനമായി യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെട്ടതായും സംശയമുണ്ട്. തിങ്കളാഴ്ച തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന റിൻസിയെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനുശേഷം റിൻസി മുന്നാസുമായി ബന്ധമുള്ളതായി കരുതുന്ന നടന്മാരെയും സമൻസ് നൽകി വിളിച്ചു വരുത്തും. ലഹരി കച്ചവടത്തിനായി 750 വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച റിൻസിക്കായി MDMAയും മറ്റു ലഹരി വസ്തുക്കളും എത്തിയത് ബംഗളൂരുവിൽ നിന്നാണ്. ജനം, കൊച്ചി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ യാത്രയിലെ സുരക്ഷാ വീഴ്ചയിൽ മന്ത്രിയുടെ ഓഫീസ് DGPക്ക് പരാതി നൽകി. കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പതിവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂർ അന്തിക്കാട്ടേക്കുള്ള യാത്രക്കിടെ പൈലറ്റ് വാഹനത്തിന് വഴിതെറ്റിയത് 2 തവണയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പോലീസ് മതിയായ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന് ആക്ഷേപം നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ പൈലറ്റ് വാഹനമടക്കം വഴിതെറ്റി അലഞ്ഞത്. തൃശൂർ അന്തിക്കാട്ടെ വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പോയ കേന്ദ്രമന്ത്രി അകമ്പടി വാഹനം വഴിതെറ്റിയതോടെ ഓടിയത് 2 കിലോമീറ്റർ അധികമാണ്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പോലീസ് സംഘം ഈ പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ മന്ത്രിയുമായി എത്തിയപ്പോഴാണ് പോലീസ് സംഘത്തിന് 2 തവണ വഴിതെറ്റിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പോലീസിന് തുടർച്ചയായ വീഴ്ചകൾ സംഭവിക്കുന്നതിൽ സംശയങ്ങളുണ്ടെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. മതിയായ സുരക്ഷ നൽകേണ്ട കേന്ദ്രമന്ത്രിക്ക് മതിയായ സുരക്ഷ നൽകുവാൻ ഇന്നലെ അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിൽ വലിയ ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആ കല്ലിടാം വഴി എന്ന് പറയുന്ന അന്തിക്കാടത്തെ ഗ്രാമപ്രദേശത്ത് അദ്ദേഹം എത്തുമെന്ന് പോലീസിനെ രാവിലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്താണ്. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും അന്തിക്കാട് പോലീസും ആ സ്ഥലം ചെന്ന് സന്ദർശിക്കുകയും ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും കേന്ദ്രമന്ത്രി എത്തുന്ന സമയത്ത് കേന്ദ്രമന്ത്രിക്ക് പൈലറ്റായി പോയ വാഹനം ഏകദേശം 2 കിലോമീറ്ററോളം വഴിതെറ്റി കേന്ദ്രമന്ത്രിയെ യാത്ര ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും പോലീസ് സുരക്ഷ ഒരുക്കിയില്ല. സുരേഷ് ഗോപി സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും സമാന നിലയിൽ തന്നെയാണ് പോലീസ് പെരുമാറുന്നതെന്നും ആക്ഷേപമുണ്ട്. ജനം, തൃശൂർ. സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ വിൽക്കുന്നത് തടയാൻ പരിശോധന കർശനമാക്കാൻ ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലായി 980 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. വ്യാജ വെളിച്ചെണ്ണ വിൽപ്പന നടത്തി 25 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനു വേണ്ടി ഓപ്പറേഷൻ നാളികേര എന്ന പേരിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾ തുടരും. സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചതോടെ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ സജീവമാവുകയാണ്. വ്യാജ വെളിച്ചെണ്ണ വിൽപ്പന ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ആരോഗ്യവകുപ്പ് തല തീരുമാനം. ഇതിനായി ഓപ്പറേഷൻ നാളികേര എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തിവരുന്നു. സംസ്ഥാനത്താകെ 980 സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനകളിൽ 25 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വിവിധ കാരണങ്ങളാൽ 7 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള കോമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 161 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും 277 സർവേലൻസ് സാമ്പിളുകളും തുടർ പരിശോധനകൾക്കായി സ്വീകരിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയാൽ ഉപഭോക്താക്കൾക്ക് സുരക്ഷാ പരാതി ടോൾ ഫ്രീ നമ്പറിൽ വിവരമറിയിക്കാം. വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിർമ്മാതാക്കളും കച്ചവടക്കാരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പരിശോധനകൾ തുടരുമെന്നും നിയമവിരുദ്ധമായ വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. അനധികൃത നിയമനത്തിനുമെതിരെ നഗരസഭ കാര്യാലയത്തിന് മുന്നിൽ BJP ഏകദിന സത്യാഗ്രഹം നടത്തി പ്രതിഷേധിക്കും. രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന സത്യാഗ്രഹം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് BJP. തുടർ പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായാണ് പ്രതിഷേധം. തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിയും അനധികൃത നിയമനങ്ങളും തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP പ്രതിഷേധ സമരത്തിന് തയ്യാറെടുക്കുന്നത്. ഇന്ന് നഗരസഭ കാര്യാലയത്തിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും. സമരത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കളും നഗരസഭയിലെ കൗൺസിലർമാരും പങ്കെടുക്കും. ഇടതുഭരണത്തിൽ നഗരസഭ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി. SC/ST ഫണ്ട് തട്ടിപ്പ്, ലാപ്ടോപ്പ് അഴിമതി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികളാണ് നഗരസഭയിൽ ഇതിനോടകം തന്നെ നടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി സാനിറ്ററി തൊഴിലാളികളുടെ നിയമനത്തിലും CPM അനുഭാവികളെ തിരികെ കിട്ടുന്ന സമീപനവും ഉണ്ടായി. നഗരസഭയിൽ അഴിമതികൾ ഓരോന്നും തുറന്നു കാണിക്കുകയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് അകത്തും പുറത്തുമായി പ്രതിഷേധം ശക്തമാക്കും.
നഗരസഭയുടെ അഴിമതിക്കെതിരായാണ് ഇന്നത്തെ സത്യാഗ്രഹ സമരവും നടത്തുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് BJP തയ്യാറെടുക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും BJP വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.